ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്ത്യൻ പൊളിറ്റി എന്ന ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് RRB NTPC പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തു വരുന്നത്. ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അതായത് നമ്മൾ എന്താണ് ഏതാണ്ട് 80ഓളം ചോദ്യങ്ങൾ, 80-നടുത്ത് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 80ഓളം ചോദ്യങ്ങളാണെങ്കിലും എന്താണ് നമ്മൾ അതിൻ്റെ എത്രയോ ഇരട്ടി റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് നിങ്ങൾ മിനിമം ഒരു 300-500 റിലേറ്റഡ് ഫാക്ട്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്, പാർട്ട് 3 വീഡിയോ. സോ നമുക്ക് എന്താണെന്ന് നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും എന്ന്. ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ടേം ഓഫ് രാജ്യസഭ MP? ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു അല്ലേ. ഇതല്ല, വേറൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ബട്ട് 2 ചോദ്യത്തിനെയും ഉത്തരം ഒന്ന് തന്നെയാണ് വരുന്നത് അല്ലേ. ചോദ്യം എന്താണ്? രാജ്യസഭ MP-യുടെ ഡ്യൂറേഷൻ ആണ് നമ്മളോട് ചോദ്യമായിട്ട് വന്നത്. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തെ ചോദ്യം ഇതുപോലെയുള്ള ചോദ്യം തന്നെയായിരുന്നു. സോ ഉത്തരം നിങ്ങൾക്ക് അറിയാം. എന്താണ് ഉത്തരം? 6 വർഷമാണ്. രാജ്യസഭ MP-യുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞു പോയതാണ്. അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ രാജ്യസഭ MP-യുടെ ഡ്യൂറേഷൻ 6 വർഷമാണെങ്കിലും ഓരോ 3 വർഷം കൂടുമ്പോഴും 1/3 മെമ്പേഴ്സ് റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അത് ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നു പോയിട്ട് ഞാൻ 1/3 എന്ന് പറഞ്ഞ ആ ഒരു 3 വെച്ചിട്ട് പറഞ്ഞു പോകുന്ന ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. 1/3 മെമ്പേഴ്സ് ഓരോ 3 വർഷം കൂടുമ്പോഴല്ല, മറിച്ച് ഓരോ 2 വർഷം കൂടുമ്പോഴാണ് 1/3 മെമ്പേഴ്സ് റിട്ടയർ ചെയ്യുന്നത്. ഓക്കെ, 1/3 മെമ്പേഴ്സ് എന്താണ്? ഓരോ 2 വർഷം കൂടുമ്പം. സോ ഓരോ 2 വർഷം കൂടുമ്പം ആദ്യത്തെ 2 വർഷം 1/3 മെമ്പേഴ്സ്, നെക്സ്റ്റ് 2 വർഷം 1/3 മെമ്പേഴ്സ്, നെക്സ്റ്റ് 2 ഇയർ 1/3 മെമ്പേഴ്സ്. സോ 2 + 2 എത്രയായി? 6 ഇയേഴ്സ് ആയല്ലേ. 6 ഇയേഴ്സ് ആകുമ്പോൾ എന്താണ്? ആ ഒരു മൊത്തം മെമ്പേഴ്സും എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? മൊത്തം മെമ്പേഴ്സും റിട്ടയർ ചെയ്ത് തീർന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് 6 വർഷത്തെ ടെന്യൂർ എന്നും, അതുപോലെ എന്താണ് 1/3 മെമ്പേഴ്സ് ഒരു 2 വർഷം കൂടുമ്പം റിട്ടയർ ചെയ്യും എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞത് മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ട്, അതൊന്ന് തിരുത്തണം. അവിടെ ഞാൻ പറഞ്ഞത് 1/3 മെമ്പേഴ്സ് ഓരോ 3 വർഷം കൂടുമ്പം റിട്ടയർ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യം ഒന്ന് തിരുത്തണം, എനിക്ക് വന്നുപോയുള്ള മിസ്റ്റേക്കാണ്. സോ ഒരു മിസ്റ്റേക്ക് ഞാൻ ഇവിടെ തിരുത്തുന്നുണ്ട്. ഓക്കെ, 1/3 ഓഫ് ദ ഹൗസ്, ആ ഒരു മെമ്പേഴ്സ് ഓരോ 2 വർഷം കൂടുമ്പോഴാണ് റിട്ടയർ ചെയ്യുന്നത്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇനി രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം രാജ്യസഭയുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ് വരുന്നത്? രാജ്യസഭയുടെ മാക്സിമം കപ്പാസിറ്റി വരുന്നത് 250 മെമ്പേഴ്സാണ്. 250 മെമ്പേഴ്സാണ് രാജ്യസഭയുടെ മാക്സിമം കപ്പാസിറ്റി. അതിൽ തന്നെ എന്താണ് 238 മെമ്പേഴ്സ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സും ബാക്കിയുള്ള 12 എന്താണ് 12 നോമിനേറ്റഡുമാണ് അല്ലേ. ആര് നോമിനേറ്റ് ചെയ്യും? നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യും. ആർട്ട്, ലിറ്ററേച്ചർ, അങ്ങനെ സയൻസ്, വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട 12 മെമ്പേഴ്സിന് എന്താണ് ഇത്തരത്തിൽ പ്രസിഡന്റും നോമിനേറ്റ് ചെയ്യും. സോ ടോട്ടൽ 250 മെമ്പറാണ് നമുക്ക് രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ 238 എലക്റ്റഡ് മെമ്പേഴ്സും 12 നോമിനേറ്റഡ് മെമ്പേഴ്സുമാണ്. അതുപോലെ രാജ്യസഭയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണ്? രാജ്യസഭ എന്താണ് ഡിസല്യൂഷൻ സംഭവിക്കില്ല അല്ലേ. രാജ്യസഭ നമുക്ക് പിരിച്ചുവിടാനാവില്ല, ഒരു പെർമനന്റ് ബോഡിയാണ്. എന്നാൽ നേരെ മറിച്ച് ലോക്സഭ എന്താണ്? ലോക്സഭ നമുക്ക് പിരിച്ചുവിടാൻ വേണ്ടി സാധിക്കും അല്ലെ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തകർന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിസഭ തകർന്ന് നമുക്ക് എന്താണ് ഇത്തരത്തിൽ ലോക്സഭ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതായത് ആ ഒരു മന്ത്രിസഭ തന്നെ എന്താണ് കൊളാപ്സ് ആയിട്ട് പോകാനുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. ആ രീതിയിൽ പാർലമെന്റിൽ ലോക്സഭ നമുക്ക് ഡിസല്യൂഷന് വിധേയമാണ്, എന്നാൽ രാജ്യസഭ ഡിസല്യൂഷന് വിധേയമല്ല, മറിച്ച് അതെന്താണ്? അതൊരു പെർമനന്റ് ബോഡിയാണ്. നമ്മളിവിടെ രാജ്യസഭയുടെ ടെന്യൂർ പറഞ്ഞതുകൊണ്ട്, രാജ്യസഭ MP-മാരുടെ ടെന്യൂർ പറഞ്ഞതുകൊണ്ട് ലോക്സഭയുടെ ടെന്യൂർ കൂടെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ലോക്സഭയുടെ ടെന്യൂർ എന്താണ്? ലോക്സഭയുടെ ടെന്യൂർ 5 വർഷമാണ്. ഓക്കെ, ഇവിടെ രാജ്യസഭയുടെ ടെന്യൂറിൽ ആക്ച്വലി MPസിന്റെ, മെമ്പർ ഓഫ് പാർലമെന്റിന്റെ ടെന്യൂറാണ് ഇവിടെ വരുന്നത്. രാജ്യസഭയ്ക്ക് ഇതുപോലെ എന്താണ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് കാര്യങ്ങൾ വരുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ 6 വർഷമാണ് അതിന് MPസിന്റെ കാലാവധി വരുന്നത്. ആ ഒരു 6 വർഷത്തിനിടയിൽ തന്നെ എന്താണ് 1/3 മെമ്പേഴ്സ് ഒരു 2 വർഷം കൂടുമ്പം റിട്ടയർ ആയിട്ട് പോകുന്നതുമാണ്. സോ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ഹു അമംഗ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ ഫുൾ അതോറിറ്റി ഓഫ് ലോക്സഭ? എന്താണ് ലോക്സഭയുടെ ഫുൾ അതോറിറ്റി, അല്ലെങ്കിൽ ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ്? ലോക്സഭയെ മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തി ആരാണ്? ആ രീതിയിലൊക്കെയാണ് ചോദ്യം ഇവിടെ വന്നുള്ളത്. സോ ഇവിടെയുള്ള നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്?
ലോക്സഭയുടെ തലപ്പത്ത് വരുന്ന അല്ലെങ്കിൽ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ഹയസ്റ്റ് അതോറിറ്റി ആരാണ്, ഫുൾ അതോറിറ്റി ആരാണെന്നാണ് ചോദ്യം. ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണോ? പ്രസിഡന്റ് നമ്മുടെ ലോക്സഭ എടുത്താലും രാജ്യസഭ എടുത്താലും രണ്ട് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് ആര് വരുന്നില്ല? പ്രസിഡന്റ് വരുന്നില്ല. വൈസ് പ്രസിഡന്റ് അവിടെ നിൽക്കട്ടെ, വൈസ് പ്രസിഡന്റ് ഏതൊരു ഹൗസിന്റെ വരുന്നുണ്ട് അല്ലേ. ഇനി സ്പീക്കർ വരുന്നുണ്ട്, അതുപോലെ എന്താണ് പ്രൈം മിനിസ്റ്ററും വരുന്നില്ല. നമുക്കറിയാം പ്രൈം മിനിസ്റ്ററും ഈ പറഞ്ഞതുപോലെ ലോക്സഭയാലും രാജ്യസഭയെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രിസൈഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററെയും പ്രസിഡന്റിനെയും കാണാൻ വേണ്ടി സാധിക്കില്ല. ഇനി രണ്ട് വ്യക്തികളാണുള്ളത്. ഒന്നെന്താണ്? ഒന്ന് വൈസ് പ്രസിഡന്റ്, മറ്റൊന്ന് സ്പീക്കർ. വൈസ് പ്രസിഡന്റ് ഏതോ ഒരു ഹൗസിന്റെ അധ്യക്ഷത വഹിക്കുന്നുണ്ടല്ലോ. ഏതാണ്? രാജ്യസഭയുടേതാണല്ലേ. രാജ്യസഭയുടെ ചെയർമാൻ എന്ന രീതിയിൽ ആരെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്? വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ രാജ്യസഭയുടെ ഹെഡ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമല്ലേ. രാജ്യസഭയുടെ ചെയർമാൻ എന്ന രീതിയിൽ ആരെ പറയാൻ വേണ്ടി സാധിക്കും? രാജ്യസഭയുടെ ചെയർമാൻ എന്ന രീതിയിൽ വൈസ് പ്രസിഡന്റിനെ പറയാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ എന്താണ് ചോദ്യം? ലോക്സഭയുടെ ഹെഡ് എന്ന രീതിയിൽ ഫുൾ അതോറിറ്റി അല്ലെങ്കിൽ ലോക്സഭയുടെ സ്പീക്കർ ആരെന്നാണ് ചോദ്യം. ഓക്കെ, സോറി, ലോക്സഭയുടെ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് ആരെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കർ എന്നാണ് ഉത്തരം പറയേണ്ടത്. സോ ഇവിടെ ഉത്തരം എന്താണ്? സ്പീക്കർ എന്നാണ് നമ്മൾ ഉത്തരം വരുന്നത് അല്ലേ. സോ ഹൂ അമംഗ് ദ ഫോളോയിങ് റെപ്രസെന്റ് ദ ഫുൾ അതോറിറ്റി ഓഫ് ലോക്സഭ? ആരാണ് ലോക്സഭ ഫുൾ അതോറിറ്റി വരുന്ന അല്ലെങ്കിൽ ലോക്സഭയുടെ തലപ്പത്ത് ആരാണ്? അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സ്പീക്കർ ആയിരിക്കും. ഓക്കെ, ഹീസ് എ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആരായിരിക്കും? സ്പീക്കർ ആയിരിക്കും പ്രിസൈഡിംഗ് ഓഫീസർ. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ റെപ്രസെന്റ് ദ ഫുൾ അതോറിറ്റി ഓഫ് ലോക്സഭ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട മൊത്തത്തിൽ എല്ലാ മെമ്പേഴ്സിനും കൂട്ടായിട്ടുള്ള ആ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ഓരോ മെമ്പേഴ്സിന്റെ കാര്യം നോക്കുമ്പോൾ, എംപീസിന്റെ കാര്യം നോക്കുമ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിന്റെ റെപ്രസെന്റേറ്റീവ് ആരാണ്? ഓരോ എം പിമാരാണ് അല്ലേ. സോ ഈ ഒരു മെമ്പേഴ്സ് എന്താണ്? ഓരോരോ മെമ്പേഴ്സ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിന് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ഈ പറയുന്ന എല്ലാ എം പിസിന് ചേർന്നിട്ട് എന്താണ് ഫുൾ അതോറിറ്റി ആരാണ് വരുന്നത്? അത് സ്പീക്കറാണ്. ആ രീതിയിൽ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ട്രൂ ഗാർഡിയൻ ഓഫ് പാർലമെന്ററി ഡെമോക്രസി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് സ്പീക്കർ. അതുകൂടെ ഓർത്തു വെച്ചോ. ട്രൂ ഗാർഡിയൻ ഓഫ് പാർലമെന്ററി ഡെമോക്രസി എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സ്പീക്കർ. സ്പീക്കർ എങ്ങനെയാണ്? സെപ്പറേറ്റ് ആയ ഒരു വ്യക്തി എവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണോ? അല്ല. സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആര് തന്നെയായിരിക്കും? മെമ്പർ ഓഫ് പാർലമെന്റ്, അതിനിടയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പറയുന്ന സ്പീക്കർ. സോ നമ്മുടെ ഉത്തരം എന്താണ്? സ്പീക്കർ. ഇനി വൈസ് പ്രസിഡന്റ് എന്തിന്റെ ഉത്തരമായിട്ട് വരും? രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഹെഡ് ചോദിച്ചാൽ, ഫുൾ അതോറിറ്റി ചോദിച്ചാൽ അത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഇനി പ്രൈം മിനിസ്റ്റർ എന്തുമായിട്ട് ബന്ധമുണ്ടല്ലോ? എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് ആയിരിക്കും ഈ പറയുന്ന പ്രൈം മിനിസ്റ്ററിലെ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് ആയിരിക്കും, റിയൽ ഹെഡ് ആയിരിക്കും ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ. നോമിനൽ ഹെഡ് ആയിട്ട് ആര് വരും? പ്രസിഡന്റ് വരും അല്ലെ. നോമിനൽ ഹെഡ് ആയിട്ട് പ്രസിഡന്റ് വരും. ആ ഒരു കാര്യം ഒന്ന് അവിടെ ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ് ചോദ്യം? ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഓഫ് ലോക്സഭ വാസ് ഹെൽഡ് ഇൻ ദ ഇയർ. അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭ ഇലക്ഷൻ ഏതു വർഷം നടന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ. സോ എന്തായാലും 47 ശേഷമുള്ള ഒരു വർഷം മാത്രമേ നമുക്ക് വരൂ. സോ 47 ശേഷമുള്ള വർഷം, എല്ലാം 47 ശേഷമുള്ള വർഷമാണ്. അതുപോലെ നമുക്കറിയുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായതിനു ശേഷം 1950 ജനുവരി 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഒഫീഷ്യലായിട്ട് നിലവിൽ വന്നത്. സോ അതിനും ശേഷം മാത്രമേ ഈ പറഞ്ഞ ഇലക്ഷനും കാര്യങ്ങളും നടന്നിട്ടുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. സോ 1950 ജനുവരി 26 ശേഷം നടന്നിട്ടുള്ളൂ. സോ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടാം. 1949, 50 നമുക്ക് അവിടെ വെട്ടാൻ വേണ്ടി സാധിക്കും. ഇനി 57, 58, 53, 54, 51, 52. സോ ഇതിൽ നിന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. സോ ഉത്തരം എന്താണ് വരുന്നത്? ഉത്തരം വരുന്നത് 1951, 1952 കാലഘട്ടമാണല്ലേ. സോ ഒന്നും നമ്മൾ വെട്ടി, ബാക്കിയുള്ള നമുക്ക് എന്താണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്തതാണെങ്കിൽ എന്താണ് ഇതുപോലെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതായിട്ട് തന്നെ വരും. ഇവിടെ നമുക്ക് ഒരു കാര്യം മാത്രമേ വെട്ടാൻ പറ്റുന്നുള്ളൂ. മുന്നേ ഞാൻ എന്താണ് 3 കാര്യമൊക്കെ ഒറ്റയടിക്ക് നമുക്ക് വെട്ടാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു അല്ലേ. സോ ചില കാര്യങ്ങൾ നമുക്ക് ഒരു കാര്യം മാത്രമേ വെട്ടാൻ പറ്റൂ, ചിലതിൽ 2 ഓപ്ഷൻ വെട്ടാൻ പറ്റും, ചിലതിൽ 3 ഓപ്ഷനും വെട്ടിയിട്ട് നമുക്ക് ശരി ഉത്തരത്തിൽ കറക്റ്റ് എത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഉത്തരം എന്താണ്? 1951, 52 ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭയിലേക്കുള്ള ജനറൽ ഇലക്ഷൻ നടന്നതല്ലേ. സോ 1951, 52 നടന്ന ഈ ഒരു ജനറൽ ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് പിന്നീട് 1952 ഏപ്രിൽ 17 ഏപ്രിൽ 17 ഫസ്റ്റ് ലോക്സഭ വന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒഫീഷ്യലായിട്ട് ജനങ്ങളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭ അധികാരത്തിൽ വന്നത്. ഫസ്റ്റ് ലോക്സഭ അധികാരത്തിൽ വന്ന ഡേറ്റ് ഏതാണ്? 1952 ഏപ്രിൽ 17 നടന്നിട്ട് ഈ ഒരു ഫസ്റ്റ് ലോക്സഭ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇലക്ഷൻ നടന്നത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ആ ഒരു ഡേറ്റ് അങ്ങനെ തന്നെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. സപ്പോസ് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 25 ഒക്ടോബർ 1951 തൊട്ടിട്ട് 21
ഫെബ്രുവരി 1952 വരെയാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇന്ത്യയിൽ നടന്നു. ഓക്കെ, ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടക്കുന്നത് 1951 ഒക്ടോബർ 25 തൊട്ടിട്ട് 1952 ഫെബ്രുവരി 21 വരെയാണ് നടക്കുന്നത്. സോ ഇതിന്റെ ഭാഗമായിട്ട് എന്താണ്, ഇതിന്റെ ഭാഗമായിട്ട് ആ വോട്ടെണ്ണലും കാര്യങ്ങളും എല്ലാം നടന്നത്. അതിനുശേഷം 1952 ഏപ്രിൽ 17 ആദ്യത്തെ ലോക്സഭ നിലവിൽ വരികയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ്, മാസങ്ങളിൽ ഒരു മാസത്തിന് താഴെ കുറച്ച് ദിവസങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം, 1952 മെയ് 13 ഫസ്റ്റ് ലോക്സഭയുടെ ആദ്യത്തെ സെഷൻ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സെഷൻ എന്നാണ് മെയ് 13, 1952 മെയ് 13. ബട്ട് ഈ പറയുന്നത് പോലെ ഫസ്റ്റ് ലോക്സഭ അധികാരത്തിൽ വരുന്ന എന്നാണ് 1952 ഏപ്രിൽ 17. പിന്നീട് 1957 ആയപ്പോൾ, 1957 ഏപ്രിൽ 4 ആയപ്പോൾ എന്താണ്, ഈ പറയുന്ന ഫസ്റ്റ് ലോക്സഭ ഡിസോൾവ്ഡുമായിട്ടുണ്ടല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോക്സഭാ ജനറൽ ഇലക്ഷൻ നടന്നത് 1951-52 വർഷങ്ങളിലാണ്. സോ കൃത്യമായിട്ട് പറഞ്ഞാൽ 25 ഒക്ടോബർ 1951 തൊട്ടിട്ട് 21 ഫെബ്രുവരി 1952 വരെയാണ് ഈ പറയുന്ന ജനറൽ ഇലക്ഷൻ നടന്നത്. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ലോക്സഭ എന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു 1952 ഏപ്രിൽ 17 വന്നു. അതിന്റെ ആദ്യത്തെ സെഷൻ നടന്നത് എന്നാണ് 1952 മെയ് 13. അതിനുശേഷം 5 വർഷം കഴിഞ്ഞപ്പോൾ അതെന്താണ്, ഡിസോൾവ്ഡ് ആയിട്ട് 1957 ഏപ്രിൽ 4 അധികാരം അവസാനിച്ചിട്ടുണ്ട് അല്ലേ. സോ ആ രീതിയിൽ അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു രീതിയിൽ ചോദ്യം വന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ചോദ്യം കുറച്ച് നമ്മൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ് വന്നത്, 2 ഗ്യാപ്പ് കൊടുത്തിട്ട്. ഓക്കെ, 2 ഗ്യാപ്പ് കൊടുത്തിട്ട് എന്താണ്, ഈ പറയുന്ന ഗ്യാപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അന്നുണ്ടായിരുന്ന ടോട്ടൽ സീറ്റ്. ഓക്കെ, ടോട്ടൽ സീറ്റും അതിൽ വിജയിച്ച പാർട്ടി നേടിയില്ല, വിജയിച്ചെന്ന് പറഞ്ഞാൽ INC ആണെന്ന് വിജയിച്ചത്. സോ കോൺഗ്രസ് പാർട്ടി നേടിയുള്ള സീറ്റും, ഈ 2 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ അന്ന് 489 സീറ്റ്സ് ആയിരുന്നു ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിൽ 369 ആര് നേടി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയില്ല. അങ്ങനെയാണ് ഈ പറയുന്ന ആദ്യ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൂടെ ഓർത്തു വെക്കണം. 489 ഇലക്ടീവ് സീറ്റിൽ നിന്ന് 364 നേടിയിട്ടാണ് കോൺഗ്രസ് അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിട്ട് അന്ന് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ അന്നത്തെ വോട്ടിംഗ് ഏജ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുകയാണ്. 1951-52 ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അന്ന് വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണെന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 21, ഓപ്ഷൻ ഡി 25 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി 18 കൊണ്ടുപോയിട്ട് കുത്തും അല്ലേ. 18 അല്ല, 18 തെറ്റാണ്. ഓക്കെ, 18 തെറ്റായിട്ട് വരും. അങ്ങോട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആ ഒരു സമയത്ത് പറയും. അതുവരെ വോട്ടിംഗ് ഏജ് എന്താണ്? അതുവരെ വോട്ടിംഗ് ഏജ് 21 ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രാജീവ് ഗാന്ധി മന്ത്രിസഭയാണ് അത് 21 നിന്ന് 18 മാറ്റിയിട്ടുള്ളത്. അത് നമുക്ക് അങ്ങോട്ടേക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പറയും. സോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഓൾറെഡി ഈ ഒരു ഇലക്ഷൻ നടന്ന സമയം പറഞ്ഞു, ഫസ്റ്റ് ലോക്സഭ അധികാരത്തിൽ വന്ന സമയം പറഞ്ഞു നമ്മൾ, അതുപോലെ ഫസ്റ്റ് സെഷൻ നടന്നത് നമ്മൾ പറഞ്ഞു, ഡിസോൾവ് ആയ സമയം പറഞ്ഞു, അതുപോലെ നമ്പർ ഓഫ് സീറ്റും വിജയിച്ച കോൺഗ്രസ് നേടിയ സീറ്റും നമ്മൾ പറഞ്ഞു, ഏജും കാര്യങ്ങളും പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെന്നാണ്. ഇത് അങ്ങോട്ട് നമുക്ക് ചോദ്യമായിട്ട് വരുന്നുണ്ട്, അവിടെ ഓർത്തു വയ്ക്കണം ഈ ഒരു കാര്യം കൂടെ. അതുപോലെ ഫസ്റ്റ് വോട്ടറുടെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വോട്ടർ അടുത്തിട്ട് അന്തരിച്ചിട്ടുണ്ട്, ആരാണ്? ശ്യാം ശരൺ നേഘിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പേര് കൂടെ അവിടെ പഠിച്ചു വെച്ച ഒരു ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നില്ല ചോദ്യമാണ് ഇതൊക്കെ. സോ ഈ ഒരു ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നമ്മളൊരു 10ഓളം റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? 1951 തൊട്ടിട്ട് 52 വരെയാണ് ഈ പറയുന്ന ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ നടന്നത്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഹു പ്രിസൈഡ്സ് ഓവർ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് എ ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ലോക്സഭ? പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ലോക്സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത് ആരെന്നാണ് ചോദ്യം വന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? പ്രസിഡന്റ് തന്നിട്ടുണ്ടല്ലേ. പ്രസിഡന്റ് എന്തായാലും എന്താണ്? പ്രസിഡന്റ് ഈ പറഞ്ഞതുപോലെ ലോക്സഭയായാലും രാജ്യസഭയായാലും അതിന്റെ മീറ്റിംഗ് കാര്യങ്ങളും അദ്ദേഹം എന്താണ്? അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം സ്പീക്കർ. സ്പീക്കർ അവിടെ നിൽക്കട്ടെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. നോർമലി എന്താണ്? നോർമലി ലോക്സഭയുടെ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ ആണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഒരു ടേം കൂടെ തന്നിട്ടുണ്ട്, പ്രോട്ടേം സ്പീക്കർ, അതും അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് എന്താണ്? പ്രൈം മിനിസ്റ്റർ. ഈ പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്ററുടെ എന്തിന്റെ തലപ്പത്ത് മാത്രമേ വരുന്നുള്ളൂ? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ മാത്രമേ ഉള്ളൂ. സോ അദ്ദേഹവും വരുന്നില്ല. 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. സ്പീക്കറാണോ പ്രോട്ടോം സ്പീക്കറാണോ എന്ന് നമുക്കറിയണം. സ്പീക്കർ സാധാരണയായിട്ട്
ഒരു ലോക്സഭയിൽ എന്താണ് അതിൻ്റെ ആ ഒരു ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട മെമ്പേഴ്സിൽ നിന്നും തന്നെയാണ് ഈ പറയുന്ന സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ബട്ട് ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ ലോക്സഭ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിലെ മെമ്പേഴ്സിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കണം അല്ലേ. ബട്ട് അങ്ങനെ തെരഞ്ഞെടുക്കാൻ സമയം വേണ്ടേ? തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു സമയത്തിനിടയിൽ എന്തായാലും ഫസ്റ്റ് മീറ്റിംഗ് നടക്കും. സോ ഈ പറഞ്ഞ ഫസ്റ്റ് മീറ്റിംഗ് എന്താണ്? ഫസ്റ്റ് മീറ്റിംഗ് നടക്കണമെങ്കിൽ നമുക്ക് ഒഫീഷ്യലായിട്ടൊരു സ്പീക്കറെ കിട്ടില്ല. സോ താൽക്കാലികമായിട്ട് നമ്മൾ എന്താണ് ടെമ്പററി ബേസിൽ നമ്മളൊരു സ്പീക്കറെ നിയമിക്കും. ആ ഒരു സ്പീക്കർ ആ ഒരു മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ടായിരിക്കും സാധാരണ വരാറുള്ളത്. നമ്മൾ മുൻപ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല, സച്ചിദാനന്ദ സിൻഹ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം അവിടെ ഇന്ററിം പ്രസിഡന്റായിട്ട് വന്ന കാര്യം പറഞ്ഞു അല്ലേ. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഒരു പ്രോട്ടേം സ്പീക്കർ ഉണ്ടാവും. എന്നിട്ട് ആ ഒരു പ്രോട്ടേം സ്പീക്കറിന്റെ അധ്യക്ഷതയിൽ സാധാരണ സ്പീക്കർക്ക് ലഭിക്കുന്ന എല്ലാ പവറും കാര്യങ്ങളും പ്രോട്ടേം സ്പീക്കർക്കും ഉണ്ടാവും. എന്നിട്ട് ആ ഒരു പ്രോട്ടേം സ്പീക്കറിന്റെ അധ്യക്ഷതയിലാണ് ഈ പറഞ്ഞ സ്പീക്കറിനെ തെരഞ്ഞെടുക്കുന്നത്. സ്പീക്കറിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു പദവി അവിടെ ഇല്ലാതാവുകയും പുതിയ സ്പീക്കർ അധികാരത്തിൽ വരികയും ചെയ്യും. സോ മനസ്സിലായല്ലോ, ഇവിടെ ഉത്തരം എന്താണ്? പ്രോട്ടേം സ്പീക്കറാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ടെമ്പററി സ്പീക്കർ എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പ്രോട്ടേം സ്പീക്കറിനെ നമ്മൾ വിളിക്കുന്നത്. ലിമിറ്റഡ് ടൈം പീരീഡിലാണ് പുതിയ സ്പീക്കറിനെ തെരഞ്ഞെടുക്കുന്നവർ ആ ഒരു ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട പെർമനന്റ് ആയിട്ടൊരു സ്പീക്കർ വരുന്നത് വരെയാണ് പ്രോട്ടേം സ്പീക്കറിന്റെ അധികാരം വരുന്നത്. പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് മുൻപ് എന്താണ് പഴയ ലോക്സഭ സ്പീക്കർ തന്റെ സ്ഥാനം ഒഴിയുമല്ലേ. അങ്ങനെ എന്താണ്? അങ്ങനെ നിലവിലെ ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗത്തെ പ്രസിഡന്റ് പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് പ്രോട്ടേം സ്പീക്കർ അധികാരത്തിൽ വരുന്ന എന്ന രീതിയിൽ ഓർത്തു വെക്കണം. അതുപോലെ സ്പീക്കർക്ക് ലഭിക്കുന്ന പോലെ തന്നെ എന്താണ് ഫുൾ അതോറിറ്റി ഉണ്ടാവും. ലോക്സഭയുടെ ഫുൾ അതോറിറ്റി ഈ പറഞ്ഞ പ്രോട്ടേം സ്പീക്കറിനും ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് പെർമനന്റ് സ്പീക്കറായിട്ട് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കണം അല്ലെ. ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? പ്രോട്ടേം സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തമാണ്. പുതിയ സ്പീക്കർ വന്നാൽ നോർമലി ഇദ്ദേഹത്തിന്റെ ടെന്യൂർ അവസാനിക്കുകയും ചെയ്യും. സോ ഉത്തരം എന്താണ്? പ്രോട്ടേം സ്പീക്കറാണ്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാസ് മോർ ദാൻ വൺ സീറ്റ് ഇൻ ലോക്സഭ? എന്താണ് ലോക്സഭയിൽ ഒന്നിലധികം സീറ്റ്സ് ഉള്ള സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം വന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ് ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ ഓഫ് സീറ്റ്സ് ഒന്നിലധികം വരുന്നുണ്ട് അല്ലെ. ഒന്നിലധികം വരുന്നുണ്ട് കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതിപ്പോൾ രാജ്യസഭയായാലും ലോക്സഭയായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ വളരെ കുറച്ച് സംസ്ഥാനങ്ങളുടെ എണ്ണം നമ്മൾ പറയുകയാണെങ്കിൽ 3 സംസ്ഥാനങ്ങൾക്കാണ് ഒരേ ഒരു സീറ്റ് വരുന്നത്. ലോക്സഭയിലേക്ക് ഒരേ ഒരു സീറ്റ് വരുന്നത് 3 സംസ്ഥാനങ്ങളും. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ 5 യൂണിയൻ ടെറിട്ടറിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ലോക്സഭ സീറ്റ് മാത്രം വരുന്നുണ്ട് അല്ലേ. സോ സംസ്ഥാനങ്ങളുടെ കേസിൽ നോക്കുന്ന സമയത്ത് 3 സംസ്ഥാനങ്ങൾക്കും ഇവിടെ 5 യൂണിയൻ ടെറിട്ടറിക്കും എന്താണ് കോമൺ ആയിട്ട്? ഒരു കോമൺ എന്നല്ല, ആ രീതിയിലല്ല, ഇവർക്ക് എന്താണ് ഈ 8 വിഭാഗങ്ങൾക്കും എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അലോട്ടഡ് ആയിട്ടുള്ളൂ. സോ ഇവിടെ ചോദ്യം എന്താണ്? ഇവിടെ ചോദ്യം താഴെ പറയുന്നതിൽ സംസ്ഥാനങ്ങളിൽ ഏത് സംസ്ഥാനത്തിനാണ് ഒന്നിലധികം ലോക്സഭാ സീറ്റ് ഉള്ളതെന്നാണ് ചോദ്യം. സോ ഞാനിവിടെ പറഞ്ഞു മൂന്നെണ്ണത്തിന് മാത്രമാണ്, 3 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ഒരു സീറ്റ് ഉള്ളത്. സോ നമ്മൾ പറയാൻ പോകുന്ന 3 സംസ്ഥാനങ്ങളും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ഇവിടെ ഉത്തരം എന്താണ്? ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മേഘാലയാണ്. കാരണം മേഘാലയക്ക് 2 ലോക്സഭാ സീറ്റ്സ് ഉണ്ട്. ഓക്കെ, മേഘാലയക്ക് 2 ലോക്സഭാ സീറ്റ്സ് ഉണ്ട്. സിക്കിം, മിസോറാം, നാഗാലാൻഡ്, ഈ 3 സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത എന്താണ്? 3 സംസ്ഥാനങ്ങൾക്കും ഒരൊറ്റ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ ഉള്ളൂ. ഇത് പഠിക്കാനും കുറച്ച് സിമ്പിളാണ്. പഠിക്കാൻ എന്താണ്? നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, നാസി മിസ് എന്നങ്ങ് പഠിച്ചാൽ മതി. എന്താണ്? നാസി മിസ് എന്ന് പഠിച്ചാൽ മതി. നാസി മിസ്സിന് 1 മാർക്കേ ഉള്ളൂ. ഓക്കെ, നാസി മിസ് ആ ഒരു നാസിസം കൊണ്ട് നടക്കുന്ന ഒരു മിസ്സാണ്. ആ മിസ് നമുക്ക് എപ്പോഴും എന്താണ് 1 മാർക്കേ തരുമെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, നാസി മിസ് നമുക്ക് എപ്പോഴും 1 മാർക്കേ തരൂ. നാസി എന്ന് പറയുമ്പോൾ എന്താണ്? നാഗാലാൻഡ്, നാഗാലാൻഡ്, SI സിക്കിം, അതുപോലെ മിസ് എന്ന് പറയുമ്പോൾ മിസോറാം അല്ലേ. ഞാൻ അവിടെ മിസ് എന്ന് തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷനിൽ മേഘാലയൊക്കെ തരും. നമ്മൾ എന്ന് പറഞ്ഞിട്ട് മണിപ്പൂറാണോ മിസോറാമാണോ മേഘാലയാണെന്നൊക്കെ കൺഫ്യൂഷൻ ആവണ്ട. അതുകൊണ്ടാണ് നാസി മിസ് എന്ന് പറയുന്ന കോഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. മനസ്സിലായാലും നാസി മിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാസി മിസ് നമുക്ക് പരീക്ഷയിൽ 1 മാർക്കേ തരും. അതിനർത്ഥം എന്താണ്? ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി 1 3 സംസ്ഥാനങ്ങളാണ്. നാസി എന്ന് പറയുമ്പോൾ നാഗാലാൻഡ്, സിക്കിം, മിസോറാമാണ്. ഇനി യൂണിയൻ ടെറിട്ടറി പറഞ്ഞു, 5 യൂണിയൻ ടെറിട്ടറി വരുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് യൂണിയൻ ടെറിട്ടറി വരുന്നത്? ഒന്ന് ചണ്ഡീഗഡ് ആണ്. ഓക്കെ, ചണ്ഡീഗഡ് ആണ് ഒരു യൂണിയൻ ടെറിട്ടറി. അതുപോലെ എന്താണ്? ലഡാക്ക് വരുന്നുണ്ട്. പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട ലഡാക്കിന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ വരുന്നുണ്ട്. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് വരുന്നുണ്ട്. അതുപോലെ പുതുച്ചേരി വരുന്നുണ്ട്. ഓക്കെ,
പുതുച്ചേരി വരുന്നുണ്ട്. ഇത്രയും പ്രദേശങ്ങളാണ് നമുക്കിവിടെ ഓർത്തു വെക്കാനുള്ളത്. 5 യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞു അല്ലേ. ഇത് പഠിച്ചു വെക്കാനും കൂടുണ്ട്. നമ്മൾ ക്ലാപ്പ് എന്ന് പഠിച്ചാൽ മതി. 2 L ഉണ്ടെന്ന് ഓർത്തു വെച്ചാൽ മതി. ക്ലാപ്പ്. ഓക്കെ, ക്ലാപ്പ് എന്ന് പഠിച്ചാൽ മതി. സി എന്താണ്? ചണ്ഡീഗഡ്. L ലഡാക്കും അതുപോലെ ലക്ഷദ്വീപുമാണ്. A ആൻഡമാൻ ആൻഡ് നിക്കോബാർ. പി എന്താണ്? പുതുച്ചേരിയാണ്. ഓക്കെ, ഈ രീതിയിൽ യൂണിയൻ ടെറിട്ടറി ആണെന്ന രീതിയിൽ ഓർത്തു വെക്കണം. ക്ലാപ്പ് എന്നാണ്. 2 L ഉണ്ടെന്ന് കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. In which year did the voting age for the Lok Sabha and the state legislative assembly election change from 21 to 18? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോദ്യം. ഓക്കെ, നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യ ഇലക്ഷനിലെ പ്രായം 21 വയസ്സായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അത് കുറച്ചിട്ടുണ്ടായിരുന്നത്, അത് കുറച്ചത് ഏത് വർഷം എന്നാണ് ചോദ്യം വന്നത്. 1988ലാണ്. 1988ലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി 21 വയസ്സല്ല 18 വയസ്സാണെന്ന രീതിയിൽ ആർട്ടിക്കിൾ 326 എന്താണ്? 326 പ്രായപൂർത്തി വോട്ടവകാശമാണ്. അവിടെ ഉണ്ടായിരുന്ന 21 വയസ്സെന്നത് 18 വയസ്സായിട്ട് 326 ഭേദഗതി ചെയ്തിട്ട് അവിടെ 21 വയസ്സെന്ന് പറയുന്ന പ്രായപൂർത്തി വോട്ടവകാശം 18 ചുരുക്കി അല്ലേ. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ ആ ഒരു ഫാക്ട്. സോ ഇത് വന്നത് 1988ലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നത് 89 അല്ല, ഇവിടെ ഓപ്ഷൻ തന്നത് 88ആണ്. ഒഫീഷ്യലായിട്ട് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്, അതായത് അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നത് 1989ലാണ്. ഏതാണ് അമെൻമെന്റ് ആക്ട് എന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഏതാണ്? 61st ആണല്ലേ. 61st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ്. ഓക്കെ, CAA എന്ന് കണ്ട് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് വിചാരിക്കരുത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്നാണ് ചുരുക്കത്തിൽ ഞാൻ കൊടുത്തത്. 61ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1989ലാണ്. ഓക്കെ, ആ രീതിയിൽ ഓർത്തുക്കണം. 1988 ഭരണഘടനാ ഭേദഗതി, ആ ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഇത് നിലവിൽ വന്ന വർഷമാണ്. 61st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1988 എന്നാണ് നമ്മൾ പറയുന്നത്. സോ ആ രീതിയിൽ ഇവിടെ തന്ന വർഷം ഏതാണ്? 1988 ആണ്. ആ ഒരു 1988ുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വർഷത്തിലാണ് ലോക്സഭ അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷനിൽ അതുവരെ ഉണ്ടായിരുന്ന 21 വയസ്സ് എന്തായിട്ട് കുറച്ചത്? 18 വയസ്സായിട്ട് കുറച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 326 ഭേദഗതി ചെയ്തതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ ലോക്സഭ ഈ ഒരു കാര്യം പാസ്സാക്കുന്നത് 1988 ഡിസംബർ 15-ാം തീയതിയാണ് ലോക്സഭ പാസ്സാക്കുന്നത്. അതിനുശേഷം എന്താണ്? ലോക്സഭ കഴിഞ്ഞാൽ രാജ്യസഭയുടെ അനുമതി വേണമല്ലേ. രാജ്യസഭയും 1988 തന്നെ. ബട്ട് എന്താണ്? ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഡിസംബർ 20-ാം തീയതിയാണ് രാജ്യസഭ പാസ്സാക്കുന്നത്. ലോക്സഭയും രാജ്യസഭയും മതിയോ? പോരാ, പ്രസിഡന്റിന്റെ ഒപ്പ് കൂടെ ലഭിക്കണം അല്ലേ. ഒരു ബില്ല് ആക്ട് ആണെങ്കിൽ ആരുടെ ഒപ്പ് വേണം? പ്രസിഡന്റിന്റെ ഒപ്പ് വേണം. ഒരു വർഷം കഴിഞ്ഞിട്ട് 1989 മാർച്ചിലാണ്, മാർച്ച് 28-നാണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. സോ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ എന്താണ്? ആ ഒരു ആക്ട്, ആ ഒരു ബില്ല് ആക്ട് ആയിട്ട് മാറും. നെക്സ്റ്റ് ഡേ ആ ഒരു ദിനം തന്നെ എന്താണ്? അത് ആക്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ കെയിം ഇൻ ടു ഫോഴ്സും 28 മാർച്ച് 1989 ആണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണ്. ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാജീവ് ഗാന്ധിയാണ് ഈ പറഞ്ഞതുപോലെ 21 വയസ്സെന്ന് പറയുന്ന പ്രായപൂർത്തി വോട്ടവകാശം 18 ചുരുക്കിയിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിന്റെ പേര് ആ രീതിയിൽ കൂടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതിയും ആ ഒരു വർഷവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ ആ ഒരു പ്രധാനമന്ത്രിയുടെ പേരടക്കം ചോദിച്ചിട്ടുണ്ട്, ഏത് പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ കൊണ്ടുവന്നതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദൃശ്യത്തിൽ പറയുന്ന പോലെ എന്താണ്? തിരിച്ചും മറിച്ചും, അവരെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. ബട്ട് നമ്മൾ എന്താണ്? നമ്മളവിടെ കൃത്യമായിട്ട് നമ്മൾ എന്താണോ പഠിച്ചു വെച്ചത്, ബൈഹാർട്ട് പഠിച്ചു വെച്ചല്ല, മനസ്സിലാക്കി എന്താണോ പഠിച്ചു വെച്ചത് അത് അവിടെ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി. അവരെങ്ങനെ ചോദിച്ചോട്ടെ, നമുക്ക് ഈ ഒരു ഫാക്ട് അറിയാം, എന്താണ് നടന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ എന്താണ് ആ ഒരു കാര്യം നടന്നത് എന്താണ് നമ്മൾ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ എന്താണ് ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ ബൈഹാർട്ടല്ല, നമ്മൾ എന്താണ് ആ ഒരു സമയത്ത് 1945 ഇന്ത്യയിൽ എന്ത് നടന്നു, 1947 ഇന്ത്യയിൽ എന്ത് നടന്നു എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ബൈഹാർട്ട് പഠിച്ചിട്ട് ഈ ഒരു സംഭവം ഈ ഒരു വർഷം നടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒഴിവാക്കി പോവുകയല്ല. നമ്മൾ ഓരോ വർഷവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓരോ ഇവന്റും എന്തുകൊണ്ട് നടന്നു, എങ്ങനെ നടന്നു, എന്താണ് അതിന്റെ കാരണം എന്ന രീതിയിൽ സംഭവം നമ്മൾ മനസ്സിലാക്കി പഠിപ്പിക്കുമ്പോൾ എന്താണ് അതിനെപ്പറ്റി എങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉത്തരം എഴുതും അല്ലേ. നമ്മൾ വളരെ ഇൻട്രസ്റ്റോടുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്ത് കാര്യം നമ്മൾ പറയും. ഇവൻ നമ്മളൊരു സിനിമ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നമ്മൾ കാണുകയാണ്, ആ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്യാരക്ടറിനെ കുറിച്ച് എന്ത് കാര്യം ചോദിച്ചാലും നമ്മൾ പറയും. കാരണം എന്താണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ച് അത്രയും ഇഷ്ടത്തോടെയാണ് അത് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ രീതിയിലാണ് നമ്മുടെ പൊളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ചോദ്യം? വിച്ച് സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് എ വിധാൻ പരിഷത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ? അതായത് താഴെ തന്ന ഓപ്ഷനിൽ ഏത് സംസ്ഥാനത്തിനാണ് വിധാൻ പരിഷത്ത് ഇല്ലാത്തതെന്നാണ് ചോദ്യം. നമുക്കറിയാം നമ്മുടെ
പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിന് 2 ഹൗസ് ഉണ്ട് അല്ലെ. ഒന്നെന്താണ് ലോക്സഭ, മറ്റൊന്ന് രാജ്യസഭ. ഇതുപോലെ സംസ്ഥാനങ്ങൾക്കും 2 ഹൗസ് വരുന്നുണ്ട്. ബട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും 2 ഹൗസ് വരുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളം, ഇവിടെ കേരളം തന്നെയാണ് ഓപ്ഷനിലുള്ളതല്ലേ. സോ ഞാൻ ഉത്തരവും പറഞ്ഞു, ഇവിടെ എന്താണ് ഉത്തരം കേരളമാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ എന്താണ്, കേരളത്തിന് നമുക്ക് നിയമസഭ മാത്രമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമാണ് നമുക്ക് കേരളത്തിന് കാണാൻ വേണ്ടി കൗൺസിൽ വരുന്നുണ്ടോ കേരളത്തിൽ? ഒരിക്കലും ഇല്ല അല്ലേ. കേരളത്തിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല, പകരം എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമാണ്, ഒരു വിഭാഗം മാത്രമാണ് കേരളത്തിന് വരുന്നത്. ഓക്കെ, ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ നമ്മൾ വിധാൻ സഭ എന്ന പേരിൽ വിളിക്കും. ഇവിടെ വിധാൻ പരിഷത്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എങ്കിൽ വിധാൻ സഭയാണ്. വിധാൻ സഭയാണ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന പേരിൽ വിളിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എന്താണ് ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ വിച്ച് സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് എ വിധാൻ പരിഷത്ത്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ലാത്ത സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷൻ നമുക്ക് കേരളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു പാർലമെന്റിൽ ലോക്സഭ, രാജ്യസഭ എന്ന് പറയുന്ന 2 വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലെ. സോ ഈ ഒരു ലോക്സഭയ്ക്ക് ഈക്വാലിനാണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ലോക്സഭയ്ക്ക് ഈക്വാലിനാണ് സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ രാജ്യസഭയ്ക്ക് ഇക്വാലൻ്റാണ് സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ലോക്സഭയ്ക്ക് ഇക്വാലൻ്റ് എന്നാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, രാജ്യസഭയ്ക്ക് ഇക്വാലൻ്റ് എന്നാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലോക്സഭ എന്താണ്? ലോക്സഭ ഒരു പെർമനന്റ് ബോഡിയല്ല, സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ ആണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെ എന്താണ്, പെർമനന്റ് ബോഡിയല്ല, സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ ആണ്. സെയിം കാര്യം രാജ്യസഭയ്ക്ക് വരുന്നുണ്ട്. രാജ്യസഭയ്ക്ക് എന്താണ്? രാജ്യസഭ ഒരു പെർമനന്റ് ബോഡിയാണ്, സബ്ജക്ട് ടു ഡിസൊല്യൂഷൻ അല്ല. ഓക്കെ, രാജ്യസഭ എന്താണ്? നമുക്ക് ഈ പറഞ്ഞതുപോലെ പിരിച്ചുവിടാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട മെമ്പേഴ്സിന് മാത്രം ടെന്യൂർ വരുന്നുണ്ട്. രാജ്യസഭ ഇങ്ങനെ കാലാവധി ഇല്ലാതെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലേ. ബട്ട് എന്താണ്, ലെജിസ്ലേറ്റീവ് കൗൺസിലും സെയിം കാര്യം തന്നെയാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും? കൺഫ്യൂഷൻ ഉള്ളവർ ഒന്നും ചിന്തിക്കേണ്ട. ലോക്സഭയ്ക്ക് ഇക്വാലൻ്റാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, രാജ്യസഭയ്ക്ക് ഇക്വാലൻ്റാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പഠിച്ചാൽ സിമ്പിളായിട്ട് ആ ഒരു കാര്യം മനസ്സിലായല്ലേ. സോ നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ലാത്തത് കൊണ്ട് കേരളത്തിലെ ലെജിസ്ലേഷൻ നമുക്ക് യൂണീക് ക്യാമറൽ ലെജിസ്ലേഷൻ എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. എന്താണ്? യൂണീക് ക്യാമറൽ ലെജിസ്ലേഷൻ ആണെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ വിധാൻസഭ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അവിടെ എന്താണ്? വിധാൻ പരിഷത്ത് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. ഇനി ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും, അതായത് ബൈ ക്യാമറലിസം ഉള്ള സംസ്ഥാനങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൗൺസിലും ഉള്ളൂ. മുൻപ് 7 ഉണ്ടായിരുന്നു. അത് ജമ്മു ആൻഡ് കാശ്മീരാണ്. ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം എന്ന പദവി മാറിയിട്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. സോ ഏതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഒന്ന് നമ്മുടെ ആന്ധ്രാപ്രദേശാണ്, ആന്ധ്രാപ്രദേശ് വരുന്നുണ്ട്. രണ്ടാമത് എന്താണ്? ബീഹാറാണ്. അതുപോലെ മൂന്നാമത്തെ എന്താണ്? കർണാടകയാണ്. കൂടുതൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ തന്നെയാണ്. നാലാമത്തെ എന്താണ്? മഹാരാഷ്ട്രയാണ്. അഞ്ചാമത്തെ തെലങ്കാനയാണ്. ആറാമത്തത് ഉത്തർപ്രദേശാണ്. സോ ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്രയിലെ തെലങ്കാന, ഇതൊക്കെ എന്താണ്? മഹാരാഷ്ട്ര നമ്മുടെ അടുത്ത് തന്നെയാണ് കേരളത്തിന്റെ, എങ്കിലും ഏറ്റവും അടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാനയാണ് അല്ലേ. സോ നമ്മുടെ അടുത്ത് വരുന്ന 3ഓളം സംസ്ഥാനങ്ങൾ ഈ പറയുന്ന MLC ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ വരുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ നീറ്റായിട്ട് എഴുതാത്തതിൻ്റെ കാരണം നമ്മൾ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഞാൻ എഴുതാൻ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് എന്താണ് 1-2 ചോദ്യങ്ങൾ മിസ്സാവും, ലാസ്റ്റ് എത്തുമ്പോൾ മിസ്സാവും. അങ്ങനെ ചോദ്യങ്ങൾ മിസ്സാകരുത്. പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിലാണ് ഫാസ്റ്റായിട്ട് എഴുതി പോകുന്നത്. സോ എഴുതുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് എഴുതി പോകുന്നത്. ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പറയുന്നത് നോട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളമാണ് ഇവിടെ ഉത്തരം വരേണ്ടത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഈസ് ദ ഓർഗാൻ ഓഫ് ദ ഗവൺമെന്റ് വിച്ച് മെയിൻലി പെർഫോംസ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ? എന്താണ്? ഗവൺമെന്റിന്റെ ഏത് ഓർഗാനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനും അതിന് ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതെന്നാണ് ചോദ്യം. സോ നമുക്കിവിടെ അറിയേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇത് പറഞ്ഞ പോലെ എത്ര ഓർഗാൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം അറിയണം അല്ലേ. ഗവൺമെന്റ് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ആയാലും ഈ പറയുന്ന ഗവൺമെന്റിന് പ്രധാനമായിട്ട് എന്താണ്? ഗവൺമെന്റിന് പ്രധാനമായിട്ട് 3 ഓർഗാൻ അല്ലെങ്കിൽ 3 ബ്രാഞ്ചസ് വരുന്നുണ്ട്. ആ ഒരു ബ്രാഞ്ചസിന് നമുക്ക് എന്താണ്? ബ്രാഞ്ചസിന് ആദ്യത്തെ ബ്രാഞ്ചാണ് എക്സിക്യൂട്ടീവ്. എന്താണ്? എക്സിക്യൂട്ടീവ് ആണ് ആദ്യത്തെ ബ്രാഞ്ച്. രണ്ടാമത്തെയാണ് ലെജിസ്ലേറ്റീവ് വിഭാഗം. മൂന്നാമത്തെയാണ് ജുഡീഷ്യറി. ഓക്കെ, ജുഡീഷ്യറി അതായത് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ്? കാര്യനിർവഹണ വിഭാഗമാണ്. ലെജിസ്ലേറ്റീവ് നിയമ
കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഭാഗം ജുഡീഷ്യറി നീതി നിർവഹണ വിഭാഗമാണല്ലേ. സോ 3 വിഭാഗങ്ങളുണ്ട്. അതിപ്പോൾ യൂണിയൻ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, അതുപോലെ എന്താണ് ജുഡീഷ്യറി, പറയുന്ന 3 വിഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ. സോ ലെജിസ്ലേഷന്റെ ഫംഗ്ഷൻ എന്താണ്? ലെജിസ്ലേഷന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ലോസും കാര്യങ്ങളും നിർമ്മിക്കുക, എനാക്ട് ലോസ് ആണ്. ഓക്കെ, ലെജിസ്ലേഷന്റെ ഫംഗ്ഷൻ എന്താണ്? എനാക്ട് ലോ, നിയമനിർമ്മാണം. നമ്മുടെ പാർലമെന്റ് ഒക്കെ ലെജിസ്ലേഷനിൽ വരുന്ന, പാർലമെന്റ് ആയാലും സംസ്ഥാന നിയമസഭകളായാലും ലെജിസ്ലേഷനിൽ വരുന്നതാണ്. സോ അവരുടെ ഫംഗ്ഷൻ എന്താണ്? നിയമനിർമ്മാണമാണ് അല്ലേ. നിയമനിർമ്മാണമാണ് അവരുടെ ഫംഗ്ഷൻ വരുന്നത്. ഇനി എക്സിക്യൂട്ടീവിന്റെ ഫംഗ്ഷൻ എന്താണ്? എക്സിക്യൂട്ടീവിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ലെജിസ്ലേഷൻ നിർമ്മിച്ച നിയമങ്ങൾ നടപ്പിലാക്കുക, ഇംപ്ലിമെന്റേഷൻ ആണ്. ഇംപ്ലിമെന്റ്സ് ലോ എനാക്റ്റഡ് ബൈ ലെജിസ്ലേഷൻ ആണ് ഇവിടെ വരുന്നത്. സോ ദേ ഇവിടെ നോക്കിയാൽ മെയിൻലി പെർഫോം ഇംപ്ലിമെന്റേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. എന്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്? നിയമപരമായുള്ള കാര്യങ്ങൾ, ഭരണപരമായുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആരെന്നാണ് ചോദ്യം. അതാരാണ്? ആ ഒരു കാര്യങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവ് വിഭാഗമാണ് അല്ലേ. ലെജിസ്ലേഷന്റെ ഫംഗ്ഷൻ എന്താണ്? എനാക്ട് ലോസ് മാത്രമാണ്. ആ നിർമ്മിച്ച ലോസ് നടപ്പിലാക്കുന്ന ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. ഇനി ജുഡീഷ്യറി എന്താണ്? നീതിന്യായ വിഭാഗങ്ങളാണ് അല്ലേ. നീതിന്യായ വിഭാഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ജസ്റ്റിസ് ടു സിറ്റിസൺ ആണ്. ആളുകൾക്ക് നീതിയും കാര്യങ്ങളും, പ്രശ്നങ്ങൾ ആളുകൾ തമ്മിൽ ഡിസ്പ്യൂട്ട്സും കാര്യങ്ങൾ വരുമ്പം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് ആൾക്ക് തമ്മിലടിയില്ലാതെ കൃത്യമായിട്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അതിവിടെ ശിക്ഷ ലഭിക്കേണ്ട ആളുണ്ടെങ്കിൽ ആ ആൾക്ക് ശിക്ഷ ലഭിക്കുകയും നീതി ലഭിക്കേണ്ട ആൾക്ക് നീതി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ. സോ ഇവിടെ എന്താണ് ചോദ്യം? വിച്ച് ഇസ് ഓർഗൻ ഓഫ് ഗവൺമെന്റ് വിച്ച് മെയിൻലി പെർഫോംസ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ. സോ നിയമപരമായുള്ള കാര്യങ്ങൾ, നമ്മുടെ ലെജിസ്ലേഷൻ നിയമിച്ച നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും ഭരണപരമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരുടെ ഫംഗ്ഷനാണ്? എക്സിക്യൂട്ടീവ് വിഭാഗത്തിന്റെ ഫംഗ്ഷനാണ് അല്ലേ. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന സമയത്ത് മെയിനായിട്ട് പ്രസിഡന്റ് വരുന്നുണ്ട്, പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ബ്യൂറോക്രസിയും. ഇത്രയും ആളുകൾ ചേർന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന പേര് നമ്മൾ വിളിക്കുന്നത്. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അതുപോലെ ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദം എന്ന രീതിയിൽ പറയും. ലെജിസ്ലേഷൻ 2 രീതിയിൽ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ലെജിസ്ലേഷനും വരുന്നുണ്ട്, യൂണിയൻ ലെജിസ്ലേഷനും വരുന്നുണ്ട്. ജുഡീഷ്യറി എന്താണ്? ജുഡീഷ്യറി ഇപ്പോൾ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരുന്നുണ്ട്, സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതികൾ വരുന്നുണ്ട്, അതുപോലെ ലോവർ കോഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ. സോ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെക്കണം. ഇവിടെ ഉത്തരം എന്താണ്? ഇവിടെ ഉത്തരം വരുന്നത് എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവിൻ്റെതാണ് ഈ പറഞ്ഞതുപോലെ നിയമം ഓൾറെഡി നിർമ്മിച്ചു വെച്ചുള്ള നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയന്റെ ഭരണപരമായുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത്. നെക്സ്റ്റ് എന്താണ്? എ സിവിൽ സർവന്റ് ഈസ് നോട്ട് അലൗഡ് ടു ബിക്കം വിച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ എന്ത് കാര്യം ചെയ്യാനാണ് ഒരു സിവിൽ സർവന്റിന് എന്താണ് അയോഗ്യത കൽപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? നമുക്ക് ഓപ്ഷൻ വായിച്ചിട്ട് തന്നെ ഇതിലേക്ക് ഉത്തരത്തിലേക്ക് വരാം. പ്രൈവറ്റ് സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് യൂണിയൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു യൂണിയൻ മിനിസ്ട്രി, അതിപ്പോൾ സിവിൽ ഏവിയേഷൻ ആവാം, റെയിൽവേ ആവാം, അല്ലെങ്കിൽ ഹോം ഓഫീസ് ആവാം, എന്ത് വിഭാഗമായിക്കോട്ടെ ആ ഒരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി തീർച്ചയായിട്ടും ആരായിരിക്കും? സിവിൽ സർവൻസ് ആയിരിക്കും. അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഈ പറയുന്ന മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക എന്നത്. ഓക്കെ, പ്രൈവറ്റ് സെക്രട്ടറി നമ്മൾ കേൾക്കാറില്ല, സിവിൽ സർവൻസും ആളുകളൊക്കെയാണ് പ്രൈവറ്റ് സെക്രട്ടറീസ് ആയിട്ട് മന്ത്രിമാർക്ക് വരാറുള്ളത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത് പറഞ്ഞു. അത് ശരിയാണോ? അത് ശരിയാണ്. നോട്ട് അലൗഡ് എന്നാണ് ചോദിച്ചത്. സിവിൽ സർവൻസിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചുള്ളത്. സോ അത് കറക്റ്റ് ആണ്. അതുപോലെ നെക്സ്റ്റ് എന്താണ്? വൈസ് ചാൻസലർ ഓഫ് എ യൂണിവേഴ്സിറ്റി. വൈസ് ചാൻസലർ ഓഫ് എ യൂണിവേഴ്സിറ്റി ആയിട്ട് സിവിൽ സർവൻസിന് വരാൻ പറ്റുന്നതാണ്. VC യൂണിവേഴ്സിറ്റി, VC എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് ഗവർണേഴ്സും കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന അതല്ല. ക്യാബിനറ്റ് സെക്രട്ടറി, മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? സിവിൽ സർവൻസ് വരാറുണ്ട് ക്യാബിനറ്റ് സെക്രട്ടറി റാങ്കിലേക്ക്. നാലാമത്തെ എന്താണ് ഓപ്ഷൻ? മെമ്പർ ഓഫ് പാർലമെന്റ്. മെമ്പർ ഓഫ് പാർലമെന്റ് ആവണമെങ്കിൽ അവിടെയുള്ള ക്രൈറ്റീരിയ എന്താണ്? തീർച്ചയായിട്ടും ഇലക്ഷനിൽ പങ്കെടുത്തിരിക്കണം, ഇലക്ഷനിൽ ജനവിധി തേടിയിരിക്കണം അല്ലേ. സോ ഈ പറയുന്ന സിവിൽ സർവൻസിന് ഈവൻ നമ്മുടെ പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം പോലും ഇല്ല. അവകാശം ഇല്ലെന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ബുക്കിൽ, അതായത് സിവിൽ സർവൻസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു നിയമപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെയുള്ള പൊളിറ്റിക്സിൽ ഇടപെടാൻ വേണ്ടി പാടില്ല. അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർ ആവാം, അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ മെമ്പർ ആവാം, ബട്ട് അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഒരു പ്രത്യേക പാർട്ടിയോട് എന്താണ് അനുഭാവം കാണിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ സിവിൽ സർവൻസിന് കൃത്യമായിട്ട് അവരുടെ കോഡ് ഓഫ് കണ്ടക്ട് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ. സോ ആ രീതിയിൽ നോക്കുമ്പോൾ എന്താണ്, ഒരു സിവിൽ സർവന്റിന് ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതാ? മെമ്പർ ഓഫ് പാർലമെന്റ് ആവാൻ വേണ്ടി പറ്റില്ല. MP ആവണമെങ്കിൽ എന്താണ് അവിടെ കൃത്യമായിട്ട് ജനപ്രതിനിധി എന്ന രീതിയിൽ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ മറ്റു രീതിയിലാവാം, എങ്കിൽ പോലും സിവിൽ സർവൻസിന് ഏത് രീതിയിലായാലും എന്താണ്, സിവിൽ സർവൻസിന് ഈ പറയുന്ന പോലെ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റത്തില്ല. ഇനി ആവണമെങ്കിൽ എന്താണ്, അവർ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ത്യജിക്കാൻ വേണ്ടി തയ്യാറാവണം. സോ അങ്ങനെ വരുന്ന സമയത്ത് സിവിൽ സർവൻ്റ് ആയിട്ട് നമ്മൾ കണക്കിലാക്കത്തില്ല അല്ലേ. സോ മെമ്പർ ഓഫ് പാർലമെന്റിന്
സിവിൽ സർവൻ്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റത്തില്ല. സോ ഉത്തരം എന്താണ്? മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഡാഷ് ഇൻ ഇന്ത്യ ഇസ് എൻ ആന്റി കറപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലൈൻറ്റ്സ് റിസീവ്ഡ് ഫ്രം ദ ഇൻഡിവിജ്വൽസ് അഗെയിൻസ്റ്റ് ദ മാൽ അഡ്മിനിസ്ട്രേഷൻ ബൈ പബ്ലിക് അതോറിറ്റീസ്. അതായത് ഏതെങ്കിലും രീതിയിൽ പബ്ലിക് അതോറിറ്റീസ് എന്തെങ്കിലും രീതിയിൽ തെറ്റുകൾ ചെയ്താൽ, തെറ്റെന്ന് പറയുമ്പോൾ എന്താണ്? കൈക്കൂലി വാങ്ങാം, അല്ലെങ്കിൽ അവർ അനധികൃതമായിട്ട് ഏതെങ്കിലും രീതിയിൽ സ്വത്ത് സമ്പാദ്യം നടത്തുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊരു പബ്ലിക് ഒഫീഷ്യൽ ചെയ്യുന്ന സമയത്ത്, യൂണിയൻ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടായാലും പബ്ലിക് ഒഫീഷ്യൽസ് ഈ ഒരു കാര്യങ്ങൾ പബ്ലിക് അതോറിറ്റീസ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്? അത് നമ്മളെന്താണ്? വേലി തന്നെ വിളവ് തിന്നതെന്നൊക്കെ പറയാം അല്ലെ. ഈ പറയുന്ന പബ്ലിക് അതോറിറ്റീസ് ആണ് ഇതുപോലുള്ള ക്രൈംസും കാര്യങ്ങളും അല്ലെങ്കിൽ കറപ്ഷൻ പോലുള്ള കാര്യങ്ങൾ ഇല്ലാതെ സൂക്ഷിക്കേണ്ടത്. ബട്ട് അവർ തന്നെ വേലി തന്നെ വിളവ് തിന്ന സമയത്ത് നമുക്ക് ആരെ സമീപിക്കാം? നമുക്ക് ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് യൂണിയനും സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞത് വെച്ചിട്ട് ലോക്പാലിനെയും ലോകായുക്തയും നമുക്ക് സമീപിക്കാം. ബട്ട് ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ലോക്പാലാണ് അല്ലെ. ലോക്പാൽ എന്താണ്? ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ്. ഓക്കെ, സെൻട്രൽ ലെവലിൽ വരുന്ന ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ് ലോക്പാൽ. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ഇത്തരത്തിലുള്ള ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ലോകായുക്തയാണ്. ഓക്കെ, ലോക്പാൽ എന്താണ്? സെൻട്രൽ ലെവലിൽ വരുന്ന ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ്. നിലവിലെ ലോക്പാൽ ആരാണെന്ന് അറിയാമോ? പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യം വരും. മുന്നത്തെ ലോക്പാലിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. PK മോഹൻട്ടി ആണ്. ഓക്കെ, PK മോഹൻട്ടി ആണ് നിലവിൽ നമ്മുടെ ലോക്പാലായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. 2013 ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് പാസ്സാക്കുന്നത്. ഇവൻ ഈ പറയുന്ന ടേം ലോക്പാൽ എന്ന് പറയുന്ന ടേം പോലും വളരെ ഫേമസ് ആയിട്ടുള്ള LM സിംഗ്വിയാണ് കോയിൻ ചെയ്യുന്ന. ആ രീതി കൂടെ ഓർത്തിക്കണം. ഇനി ലോക്പാലിന്റെ ആ ഒരു കമ്പോസിഷൻ പറയുകയാണെങ്കിൽ ലോക്പാലിൽ ഒരു ചെയർമാനും 8 മെമ്പേഴ്സും വരും. ഈ പറയുന്ന ചെയർമാനെ നിയമിക്കുന്ന ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കും അല്ലേ. സോ ലോക്പാലിന്റെ ഫംഗ്ഷൻ എന്താണ്? സെൻട്രൽ ലെവലിൽ വരുന്ന അഴിമതികൾ ഏതെങ്കിലും രീതിയിൽ മാൽ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും പബ്ലിക് അതോറിറ്റീസ് ചെയ്യുന്ന സമയത്ത്, കറപ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്പാൽ വന്നത്. യൂണിയൻ ലെവലിൽ ലോക്പാലും സ്റ്റേറ്റ് ലെവലിൽ ലോകായുക്തയുമാണ്. ഓക്കെ, STF സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ്. അത് ഓരോ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോഡീസ് ആണ്. CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഇന്റലിജൻസ് ബ്യൂറോ, IB. അവരൊക്കെ എന്താണ്? അവരൊക്കെ മറ്റു രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ഫംഗ്ഷൻ. ബട്ട് ഒഫീഷ്യലായിട്ട് നമുക്ക് ആന്റി കറപ്ഷൻ ഏജൻസി, ആന്റി കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസി ലോക്പാലാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അറിയേണ്ട കാര്യം, ഈ ഒരു ചോദ്യം ഓക്കെ, അല്ലാതെ ഇനിയും ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് നമുക്ക് അറിയണമല്ലേ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഇനി പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെട്ട, ഭരണഘടനാപരമായിട്ട് ഒരു ആർട്ടിക്കിളൊക്കെ നൽകിയിട്ട് അംഗീകരിക്കപ്പെട്ട ബോഡിയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന രീതിയിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെങ്കിൽ, ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ ആ ഒരു ബോഡിക്ക് എന്താണ്? കൃത്യമായിട്ടൊരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280 ആണ്, 250 ഫിനാൻസ് കമ്മീഷൻ വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324 ബന്ധപ്പെട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. UPSC ആർട്ടിക്കിൾ 315. ഇതിനൊക്കെ എന്താണ്? കൃത്യമായിട്ട് ഭരണഘടനയിൽ ആർട്ടിക്കിളും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ്? ഭരണഘടനയാൽ സ്ഥാപിതമായുള്ള ബോഡീസ് ആണല്ലേ. ബട്ട് ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് ചോദ്യം. അതായത് ആ ഒരു ബോഡിക്ക് എന്താണ്? ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് സ്ഥാപിതമായുള്ള ബോഡി ആയിരിക്കില്ല. പാർലമെന്റ് ഏതെങ്കിലും രീതിയിലുള്ള ആക്റ്റൊക്കെ മുഖേന സ്ഥാപിതമായുള്ള ബോഡി ആയിരിക്കും. പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കുകയും ആ ഒരു ആക്ടിന്റെ പരിണിത ഫലമായിട്ട് നിർമ്മിക്കപ്പെട്ട ബോഡി ആയിരിക്കും ഈ പറയുന്ന നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. സോ അത്തരത്തിൽ വരുന്ന ബോഡി ഏതെന്നാണ് ചോദ്യം വന്നത്. നമുക്ക് ഇനി ഓപ്ഷനിലേക്ക് പോകാം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG. ഞാൻ കഴിഞ്ഞ ക്ലാസ് മുതലേ പറയുന്നുണ്ട്. CAG എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 148 ഓൺവാർഡ്സ് തുടങ്ങുന്നുണ്ട് അല്ലേ. സോ CAG എന്താണ്? CAG ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സോ അത് വിട്ടേക്കൂ. രണ്ടാമത്തെ എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഞാൻ ഇപ്പം എക്സാമ്പിൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 324 വിട്ടിട്ട് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു അല്ലേ. സോ അതും വിട്ടേക്കു. നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതും ഞാൻ പറഞ്ഞു എന്താണ്? UPSC-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർട്ടിക്കിൾ 315 വിട്ടിട്ട് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ അതിന്റെ ശേഷം വരുന്ന കാര്യങ്ങളാണ്. സോ അതും ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനമാണ്. ഇനി ഇവിടെ എന്താണ് ബാക്കിയുള്ളത്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണല്ലേ. സോ അതെന്താണ്? അതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണ്? നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 2005 വന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഫലമായിട്ടാണ്. 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഭാഗമായിട്ട് 12 ഒക്ടോബർ 2005 ഈ പറയുന്ന സെൻട്രൽ
ഇൻഫർമേഷൻ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഓക്കെ, 12 ഒക്ടോബർ 2005 ഈ പറഞ്ഞ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഈ ഒരു ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ 10 ചീഫ് ഇലക്ഷൻ കമ്മീഷനല്ല, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനും. ഓക്കെ, ഒരു ചീഫ് ഇൻഫർമേഷൻ CIC എന്ന് പറയും, CICയും അതുപോലെ എന്താണ് 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും അല്ലേ. സോ ആ രീതിയിൽ ഓർത്ത് വെക്കണം. പ്രസിഡന്റ് ആയിരിക്കും ഇൻഫർമേഷൻ കമ്മീഷനെയും ആളുകളെയും അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് അവർ റീ അപ്പോയിന്റ്മെന്റിന് എലിജിബിൾ അല്ല. അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങൾ. ഉത്തരം എന്താണ്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആണ്. നെക്സ്റ്റ് എന്താണ്? ദ ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഷുഡ് ബി. എന്താണ്? NHRC. NHRC ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. NHRCക്കും CIC പോലെ തന്നെ എന്താണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ പോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം വരുന്നില്ല. സോ NHRC എന്തല്ല? NHRCയും ഭരണഘടന സ്ഥാപനമല്ല. അതും ഇനി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം, ഓൾറെഡി വന്നിട്ടുണ്ട് പല പരീക്ഷകൾക്കും. സോ ഇവിടെ ചോദ്യം എന്താണ്? NHRCയുടെ ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ചോദ്യം വന്നുള്ളത്. സോ ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്താണ് വേണ്ടതെന്നാണ് ചോദ്യം വന്നത്. സോ ഓപ്ഷൻ എന്തൊക്കെയാണ്? എ സ്പീക്കർ ഓഫ് ലോക്സഭ സ്പീക്കർ ആയാൽ പോരാ. നെക്സ്റ്റ് എന്താണ്? എ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ, അതും മതിയാവില്ല. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അതും മതിയാവില്ല. എന്താണ്? എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ എന്താണ്? ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ എന്താണ്? ഒരു ജഡ്ജി ആയാലും മതി. ഓക്കെ, 2 ക്രൈറ്റീരിയ ഉണ്ട് ഇവിടെ. ഓപ്ഷനിൽ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അതുമാത്രമല്ല എന്താണ്? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് എന്ന രീതിയിൽ കണ്ടീഷൻ കൂടെ അവിടെ ഉണ്ട്. ആ രീതിയിലെ കാര്യം കൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയാൽ മതിയല്ല, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ, ചീഫ് ജസ്റ്റിസും ആ ഒരു സാധാരണ ജഡ്ജിയും തമ്മിൽ വ്യത്യാസമുണ്ട്, ഓർത്തു വെക്കണം. ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയല്ലേ നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ തലപ്പത്ത് വരുന്ന വ്യക്തിയാണ് ചീഫ് ജസ്റ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതെന്താണ്? അത് വളരെ ചുരുക്കം നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവും. ബട്ട് ജഡ്ജസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് നമ്പേഴ്സ് വരും സുപ്രീം കോടതിയിൽ. ജഡ്ജസിനും ഈ പറയുന്ന പോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തിലേക്ക് എത്താം. ഈ ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഒരു പ്രത്യേക കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ പറയുന്ന NHRCയുടെ ചെയർമാനെ നിയമിക്കുന്നത്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ കമ്മിറ്റിയിൽ ആദ്യം വരുന്നത് പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ എന്താണ്? ഈ പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കും. പ്രധാനമന്ത്രി ഈ പറയുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കും. അതുപോലെ ഹോം മിനിസ്റ്റർ ഉണ്ട്. ഓക്കെ, ആഭ്യന്തര മന്ത്രിയാണ്, ഹോം മിനിസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ വരുന്നുണ്ട്. അതിപ്പോൾ രാജ്യസഭയിലെയും വരുന്നുണ്ട്, അതുപോലെ ലോക്സഭയിൽ രണ്ടിലെയും എന്താണ്? ലീഡർ ഓഫ് ഓപ്പോസിഷനിൽ വരുന്ന ആളുകളും ഇതിന് മെമ്പർ ആയിരിക്കും. അതുപോലെ എന്താണ്? ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയും വരുന്നുണ്ട്. ഓക്കെ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയും ഇവിടെ അംഗമായിട്ട് വരുന്നുണ്ട്. സോ എന്താണ് കാര്യം? ഈ പറഞ്ഞ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും പ്രസിഡന്റ് ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിയമിക്കുന്നത്. ആ കമ്മിറ്റിയിൽ വരുന്ന അംഗങ്ങളാണ് ആദ്യം പ്രധാനമന്ത്രി ഇവിടെ ചെയർമാൻ ആയിരിക്കും, ചെയർപേഴ്സൺ ആയിരിക്കും. അതുപോലെ എന്താണ്? ലീഡർ ഓഫ് ഓപ്പോസിഷനിൽ ലോക്സഭയും രാജ്യസഭയും വരുന്നുണ്ട്. ഹോം മിനിസ്റ്റർ വരുന്നുണ്ട്. സ്പീക്കർ ഓഫ് ലോക്സഭ ഞാൻ വിട്ടുപോയല്ലേ, സ്പീക്കർ ഓഫ് ലോക്സഭ വരുന്നുണ്ട്. സ്പീക്കർ ഓഫ് ലോക്സഭ. അതുപോലെ എന്താണ്? ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ലോക്സഭ. അതുപോലെ അവിടുത്തെ ചെയർമാനും ഡെപ്യൂട്ടി സ്പീക്കറും ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ലീഡർ വരുന്നുണ്ട്, 2 സഭയുമായിട്ട് ബന്ധപ്പെട്ട ലീഡറും ഹോം മിനിസ്റ്ററും വരുന്നുണ്ട്. സോ അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വെക്കണം. NHRCയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ NHRCയുടെ ചെയർമാന് 10 ഇയർ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് 70 ഇയേഴ്സ് അല്ലെങ്കിൽ 70 ഇയേഴ്സ് ഓഫ് ഏജ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഏതാണോ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും 10 ഇയർ വരുന്നത്. അതുപോലെ NHRC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചാൽ 12 ഒക്ടോബർ 1993 ആണ്. അതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നിലവിലെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ AK മിശ്ര അല്ലെങ്കിൽ അരുൺ കുമാർ മിശ്ര. അതൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ചോദ്യം എന്താണ്? വെൻ വാസ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ വാസ് സെറ്റപ്പ്? ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് രൂപീകരിക്കപ്പെട്ടു എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. സോ നമുക്കറിയുന്ന കാര്യമാണ് ജനുവരി 25 പ്രത്യേകത എന്താണ്? ജനുവരി 25 നമ്മൾ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാറുണ്ട് അല്ലേ? അതാണ് നമ്മുടെ നെക്സ്റ്റ് ചോദ്യം. സോ ജനുവരി 25 എന്നാണ് വോട്ടേഴ്സ് ഡേ ആണ്. ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആണ്. ഇവിടെ ജനുവരി 25 വരുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെന്താണ്? ജനുവരി 25 വരുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ? സോ അതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ബാക്കി ഫെബ്രുവരി 25 വരുന്നത്. സോ എന്താണ്? 25 ജനുവരി 1950 ആണ്. നമ്മുടെ ഭരണഘടന ഒഫീഷ്യലായിട്ട് നിലവിൽ വരുന്നതിന് കൃത്യം ഒരു ദിവസം മുന്നെയാണ് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായതെന്ന്
ഓർത്തു വെച്ചാൽ മതി. ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കേണ്ടത് ആരാണ്, വോട്ടേഴ്സാണ്. അതുകൊണ്ടാണ് വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ജനുവരി 25 ആചരിക്കുന്നത്. സോ 25 ജനുവരി 1950 ആണ് നമ്മൾ ഈ പറയുന്ന ഭരണഘടനയിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായിട്ടുള്ള ദിനമായിട്ട് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് വരുന്നത്, നമുക്ക് അറിയാം. അതുപോലെ അത് സ്വയം ഭരണാധികാരമുള്ള ബോഡിയാണ്, ഓട്ടോണോമസ് ബോഡിയാണെന്ന് അറിയാം. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനുവരി 25 ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വോട്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിയനിലും സ്റ്റേറ്റിലും ഇലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ആണെന്ന രീതിയിൽ നമുക്കറിയാം. അതുപോലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ അവിടെ രാജ്യസഭ, ലോക്സഭ, അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓഫീസ് ഓഫ് പ്രസിഡന്റ്, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്, അവിടത്തേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ഇവരാണ് അല്ലേ. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് ഈ പറഞ്ഞ രാജ്യസഭ, ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓഫീസ് ഓഫ് പ്രസിഡന്റ്, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റിലേക്കുള്ള ഇലക്ഷനൊക്കെ നടത്തുന്നത്. എന്നാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരല്ല, അത് നടത്തുന്നത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനല്ല, മറിച്ച് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ആ രീതിയിൽ കൂടെ കാര്യം ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്, ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്നാണ് ചോദ്യം വന്നത്. ആരാണ്? സുകുമാർ സെൻ ആണ്. ഇത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സുകുമാർ സെൻ 1950 തൊട്ടിട്ട് 1958 വരെ ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. മറ്റുള്ള പേരുകൾ കൂടെ നമുക്ക് നോക്കാം. നാഗേന്ദ്ര സിംഗ് 1972 തൊട്ടിട്ട് 1973 വരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അതുപോലെ എന്താണ് RVS പെരി ശാസ്ത്രി വരുന്നത്. എന്താണ് RVS പെരി ശാസ്ത്രി 1986 തൊട്ടിട്ട് 1990 വരെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. TN ശേഷൻ മലയാളിയാണ്. 1990 തൊട്ടിട്ട് 1996 വരെ ഇദ്ദേഹം എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. സോ നമ്മുടെ ചോദ്യം എന്താണ്, ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് മാത്രമാണ് ചോദ്യം. ഇത് നോട്ട് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. സോ നെക്സ്റ്റ് ചോദ്യം എന്താണ്, ഓൺ വിച്ച് ഡേ നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റഡ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉത്തരം പറഞ്ഞു. എന്താണ്? 25 ജനുവരി. ഇതാണ് ഉത്തരം വരുന്നത്. ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, ഇൻ whom does the supreme command of defense force of the union vest as per the constitution of India? ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കമാൻഡ്, ഡിഫൻസ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ ആരാണെന്ന രീതിയിലാണ് ചോദ്യം വന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ തെറ്റിക്കാൻ എന്താണ്, ഡിഫൻസ് മിനിസ്റ്റർ. നമ്മൾ ഇവിടെ കാണുമല്ലോ ഡിഫൻസ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും എന്ന രീതിയിൽ നമ്മൾ എഴുതിയാൽ അവിടെ തെറ്റി. നെക്സ്റ്റ് എന്താ ഓപ്ഷൻ ആണ്, നമ്മൾ വീണ്ടും കൺഫ്യൂഷൻ ആവാൻ വന്നു, ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ്. അവിടെ കാണുമ്പോൾ എന്താണ്, ഓക്കെ ആർമി സ്റ്റാഫ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ചീഫ് വരുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും സുപ്രീം കമാൻഡർ ആയിരിക്കും എന്ന രീതിയിൽ നമ്മൾ എഴുതിയാൽ അതും തെറ്റി. ഇനി പ്രൈം മിനിസ്റ്റർക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല, അതുകൊണ്ട് അത് നമുക്ക് അവിടെ വെട്ടാം. ഇനി ആരാണ്, പ്രസിഡന്റ് ആണല്ലേ. സോ പ്രസിഡന്റ് ആണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കമാൻഡർ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ പറയുന്ന പ്രസിഡന്റ് അല്ലേ. ആർട്ടിക്കിൾ 53 പ്രകാരമാണ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. ആർട്ടിക്കിൾ 53 പ്രകാരമാണ് ഈ പറയുന്ന ഡിഫൻസ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡറായിട്ട് പ്രസിഡന്റ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 53 പ്രകാരമാണ് ഈ ഒരു കാര്യം പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കും ഡിഫൻസ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഫോർമലി ടേക്കൺ ഇൻ നെയിം ഓഫ് പ്രസിഡന്റ്. ആ ഒരു കാര്യം നമുക്കറിയാം. കൂടുതലായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഇനി പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ കൂടെ നമുക്ക് വരാനുണ്ട്. ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ പ്രസിഡന്റ് ആണ് ഇവിടെ ഉത്തരം വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈസ് ദ, അതായത് ഇന്ത്യയുടെ എന്താണ്, ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് അധികാര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഭരണഘടനാപരമായുള്ള ഹെഡ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. റിയൽ ഹെഡ് എന്നല്ല ചോദിച്ചത്, നോമിനൽ ഹെഡ് ആണ് ഇവിടെ വരുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്, ഭരണഘടനാപരമായിട്ട് ആരാണ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവിന്റെ തലവൻ എന്നാണ് ചോദ്യം. ഭരണഘടനാപരമായിട്ട് ഒരൊറ്റ പേരേ ഉള്ളൂ, അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇവിടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത്തരത്തിൽ വരുന്ന സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഹെഡ് അല്ലേ. ബട്ട് റിയൽ ഹെഡ് ആരാണ്, റിയൽ ഹെഡ് എന്ന് പറയുന്ന ആരാണ്, ഗവൺമെന്റ്. റിയൽ ഹെഡ് എന്ന് പറയുന്ന ആരാണ്, അത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. സോ നമ്മുടെ ചോദ്യം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ്. സോ തെറ്റിപ്പോവാതെ ആ ഒരു ഉത്തരം പറയണം, ആ ഒരു കാര്യം പറയണം. പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. രാഷ്ട്രത്തിന്റെ ഹെഡ് ആരാണ്, പ്രസിഡന്റ് ആണ്. പ്രൈം മിനിസ്റ്റർ എന്താണ്, ഹെഡ് ഓഫ് ഗവൺമെന്റ് ആണ്. അതുപോലെ എന്താണ്, പ്രസിഡന്റ് നോമിനൽ ഹെഡ് ആണെന്നും പ്രൈം മിനിസ്റ്റർ റിയൽ ഹെഡ് ആണെന്ന രീതിയിലൊന്ന് ഓർത്തു വെക്കണം. ഇവിടെ പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണെങ്കിൽ പോലും എന്താണ്, റിയൽ ട്രൂ എക്സിക്യൂട്ടീവ് പവർ ആരിലാണ് അധിഷ്ഠിതം, പ്രൈം മിനിസ്റ്റർ ആണല്ലേ. ബട്ട് ദ ട്രൂ എക്സിക്യൂട്ടീവ് പവർ ഈസ് കൺഫേർഡ് ഓൺ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ഹെഡായിട്ട് വരുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലാണ് ഈ പറഞ്ഞ റിയൽ എക്സിക്യൂട്ടീവ്, ട്രൂ എക്സിക്യൂട്ടീവ് പവർ വരുന്നത്. ആ രീതി കൂടെ ഓർത്തേക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആരാണെന്ന രീതിയിലാണ് ചോദ്യം വരിക. അതാരാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിട്ട് വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ
പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ കൂടുതൽ കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ശരിയല്ലാത്ത കാര്യം. ആദ്യം നിങ്ങൾ ചോദ്യം വായിക്കും ചെയ്യേണ്ടത് തന്നത് എന്താണ് കണ്ടെത്താനാണ്. അതായത് നമ്മളോട് തന്ന ചോദ്യം എന്താണ്, എന്ത് കണ്ടെത്താനാണ് നമ്മൾ പറഞ്ഞത്, നമ്മളോട് പറഞ്ഞത് ശരിയായത് കണ്ടെത്താനാണോ അല്ലെങ്കിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണോ ചോദിച്ചതെന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചോദ്യത്തിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഹീസ് എ സുപ്രീം കമാൻഡർ ഓഫ് ദ ഡിഫൻസ് ഫോഴ്സ്. ഇതല്ലേ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്. സോ ഇതെന്താണ്, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് ഇവിടെ ഉത്തരം വരില്ല. നമ്മളോട് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചത്. നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ട്രൂ ആണ്. ഓക്കെ, സോ നമ്മുടെ ഉത്തരമല്ല ഇത്. ഹീസ് ഇത് തെറ്റെന്നല്ല, ഇത് നമ്മുടെ ഉത്തരമല്ല. അത്രയേ ഓർത്തു വയ്ക്കണ്ടു. ഹീസ് എ സുപ്രീം കമാൻഡർ ഓഫ് ദ ഡിഫൻസ് ഫോഴ്സ്. നെക്സ്റ്റ് എന്താണ്, ഹി അപ്പോയിന്റ്സ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. എന്താണ്, പ്രൈം മിനിസ്റ്ററെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും നിയമിക്കുന്ന ആര് തന്നെയാണ്, ഈ പറഞ്ഞ പ്രസിഡന്റ് തന്നെയാണ്. കറക്റ്റ് ആണ്. സോ നമ്മുടെ ഉത്തരമല്ല. നെക്സ്റ്റ് എന്താണ്, പ്രസിഡന്റ് ഈസ് ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് നാഷൻ. ഞാൻ കുറച്ച് മുന്നേ നിങ്ങളോട് പറയുന്നുണ്ട്, ഒന്നാമത്തെ ക്ലാസ് തൊട്ടെങ്ങാണ് ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ പ്രഥമ പൗരൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഫസ്റ്റ് സിറ്റിസൺഷിപ്പ് ഇന്ത്യയിലെ സിറ്റിസൺസിന്റെ കണക്കെടുത്താൽ അവിടെ ഒന്ന് തുടങ്ങുന്ന ആരെന്നാണ്, പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, അങ്ങനെയാണ് എണ്ണം പോകുന്നത്. സോ ഫസ്റ്റ് സിറ്റിസൺ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, നമ്മുടെ മലയാളത്തിൽ പറയുമ്പോൾ എന്താണ്, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന രീതിയിൽ പറയുന്ന ആരാണ്, പ്രസിഡന്റാണ്. സോ അതും എന്താണ്, നമ്മുടെ ഉത്തരമല്ല. നെക്സ്റ്റ് എന്താണ്, ഹി കനോട്ട് ഡിക്ലെയർ നാഷണൽ എമർജൻസി. ദേശീയ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി ആര് പ്രഖ്യാപിക്കും, പ്രസിഡന്റ് പ്രഖ്യാപിക്കും. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ പോലും പ്രഖ്യാപിക്കുന്ന ആരാണ്, പ്രസിഡന്റാണ്. സോ ആ പറയുന്ന ഉത്തരം എന്താണ്, ഈ പറഞ്ഞ കാര്യം എന്താണ്, ഈ പറഞ്ഞ കാര്യം നോട്ട് ട്രൂ ആണ്. ഓക്കെ, ഹി കനോട്ട് ഡിക്ലെയർ നാഷണൽ എമർജൻസി അല്ല, ഇത് ട്രൂ ആണെങ്കിൽ എന്താണ്, ഹി ക്യാൻ ഡിക്ലെയർ ദ നാഷണൽ എമർജൻസി എന്ന് വരണം. സോ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന എന്താണ്, നോട്ട് ട്രൂ ആണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. ഹി കനോട്ട് ഡിക്ലെയർ നാഷണൽ എമർജൻസി ആണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്, ഹു അപ്പോയിന്റ്സ് ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് മെമ്പേഴ്സിനെയും നിയമിക്കുന്നത് ആര് എന്നാണ് ചോദ്യമായിട്ട് വരുന്നത്. ആരാണ് നിയമിക്കുന്നത്, ഇതും നിയമിക്കുന്ന ആര് തന്നെയാണ്, പ്രസിഡന്റ് തന്നെയാണ് അല്ലെ, പ്രസിഡന്റ് തന്നെയാണ്. ബട്ട് അവിടെ എന്താണ്, പ്രസിഡന്റ് ഈ നിയമനം നടത്തുന്നത് ഓൺലി ആഫ്റ്റർ ദ കൺസൾട്ടേഷൻ വിത്ത് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് അലോങ് വിത്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഉപദേശം തേടിയിട്ട് അതുപോലെ ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജസുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമൊക്കെ എടുത്തിട്ട് മാത്രമാണ് ഈ ഒരു നിയമനം പ്രസിഡന്റ് നടത്തുന്നത്. ഓക്കെ, ആ രീതി കൂടെ ഓർത്ത് വെക്കണം. പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, who among the following is not appointed by the president of India? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നിയമിക്കാത്ത വ്യക്തി ആര് എന്നാണ് ഇവിടെ ചോദ്യം വരുന്നത്. ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നിയമിക്കാത്ത വ്യക്തി? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇപ്പം നമ്മൾ പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആര് നിയമിക്കുന്നു, പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. സോ അത് നമ്മുടെ ഉത്തരമായിട്ട് വരില്ല. നോട്ട് അപ്പോയിന്റഡ് എന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ എന്താണ്, സ്റ്റേറ്റ് ഗവർണർ അല്ലെ, സംസ്ഥാനങ്ങളിലെ ഗവർണേഴ്സിന് ആര് നിയമിക്കും, അതും പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. ജഡ്ജസ് ഓഫ് ഹൈക്കോടതി, സുപ്രീം കോടതിയും അതുപോലെ കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്, ഓൾറെഡി പറഞ്ഞു. സോ ഇനി എന്ത് മാത്രമാണ് ബാക്കിയുള്ളത്, സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് മാത്രമാണുള്ളത്. സംസ്ഥാനങ്ങളിൽ ആ പറയുന്ന മുഖ്യമന്ത്രിമാരെ എന്താണ്, ഗവർണേഴ്സ് ആണ് നിയമിക്കുന്നത്. ഓക്കെ, സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ആരാണ്, ഗവർണേഴ്സ് ആണ് നിയമിക്കുന്നത്. ഇനി പ്രസിഡന്റ് നിയമിക്കുന്ന മറ്റ് വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ CAG വരുന്നുണ്ട്. ഓക്കെ, CAG വരുന്നുണ്ട്. അതുപോലെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗവർണേഴ്സ് വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ഗവർണേഴ്സ്. അതുപോലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുമായിട്ട് ബന്ധപ്പെട്ട മെമ്പേഴ്സ്, മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അദ്ദേഹം നിയമിക്കുന്നുണ്ട്. അതുപോലെ UPSCയുമായിട്ട് ബന്ധപ്പെട്ട ചീഫിനെയും ചെയർമാൻ, UPSC ചെയർമാനെയും അതിൻ്റെ മെമ്പേഴ്സിനെയും നിയമിക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചെയർമാനെയും മെമ്പേഴ്സിനെയും അദ്ദേഹം നിയമിക്കുന്നുണ്ട്. അതുപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നുണ്ട്. ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഇവരൊക്കെ ആര് നിയമിക്കുന്നുണ്ട്, പ്രസിഡന്റ് നിയമിക്കുന്നുണ്ട് അല്ലേ. നോട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. CAG, സ്റ്റേറ്റ് ഗവർണേഴ്സ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ മറ്റു ഇലക്ഷൻ കമ്മീഷണേഴ്സും. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ളത് അല്ലേ. അതുപോലെ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് UPSC, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. സോ ഇത്തരത്തിലുള്ള ആളുകൾ എന്താണ്, ഇത്തരത്തിലുള്ള ആളുകൾ പ്രസിഡന്റാണ് നിയോഗിക്കുന്നത്. സോ ഇവിടെ ഉത്തരം എന്താണ്, സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ, സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ആരല്ല നിയമിക്കുന്നത്, പ്രസിഡന്റ് അല്ല നിയമിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ്സ് 2 മെമ്പർ ഓഫ് ദ ഡേഷ് കമ്മ്യൂണിറ്റി ഇൻ ദ ലോക്സഭ. ഈ ഒരു കാര്യം റീസെന്റ് ആയിട്ട് എടുത്തു മാറ്റപ്പെട്ട കാര്യമാണല്ലോ. ഒരു അമെൻമെന്റ് 104ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്ത് മാറ്റപ്പെട്ട കാര്യമാണ്. അതായത് ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഇനി മുതൽ എന്താണ്, ഈ പറയുന്നത് പോലെ നോമിനേഷനിലൂടെ വേണ്ട എന്ന രീതിയിൽ റിപ്പീൽ ചെയ്യേണ്ടത്. 2 മെമ്പേഴ്സിന് എന്താണ്, 2 മെമ്പേഴ്സിന് പ്രസിഡന്റിനെ ഇതുവരെ ലോക്സഭയിൽ നോമിനേറ്റ് ചെയ്യാമായിരുന്നു. ആ ഒരു പവർ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആ ഒരു ഉത്തരം മാത്രം ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ഇനി അങ്ങോട്ട് ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു പരീക്ഷ നമുക്കറിയാം 2000
20 ആ ഒരു കൊറോണ ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ഓർഡറൊക്കെ വരുന്നതിന് മുൻപുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്? അറേഞ്ച് ദ നെയിംസ് ഓഫ് ഫോളോയിങ് ഇന്ത്യൻ പ്രസിഡൻസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ ടെന്യൂർ. അതായത് അവരുടെ ടെന്യൂർ, ഇന്ത്യയുടെ പ്രസിഡന്റുമാരുടെ ടെന്യൂർ എന്താണ്, അതിന് ഡിസെൻഡിങ് ഓർഡറിലെ അവരോഹണ ക്രമത്തിൽ അതിനെന്താണ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ലാസ്റ്റ് വന്നത് ആദ്യം എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയണമെങ്കിൽ എന്താണ്, ഈ ഓരോ ആളുകളുടെയും വർഷം നമുക്കറിയണം, ഏത് കാലയളവിലാണ് ഇവർ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത് എന്ന രീതിയിൽ നമുക്ക് അറിയണം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി 1974 തൊട്ടിട്ട് 1977 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. 1974 തൊട്ടിട്ട് 77 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. നെക്സ്റ്റ് എന്താണ്? നീലം സഞ്ജീവ് റെഡ്ഡി അല്ലെ, 1977 തൊട്ടിട്ട് 1982 വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഡോക്ടർ സക്കീർ ഹുസൈൻ 1967 തൊട്ടിട്ട് 69 വരെ, 67 തൊട്ടിട്ട് 69 വരെ ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ ഗ്യാനി സെയിൽ സിംഗ് 1982 തൊട്ടിട്ട് 87 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. സോ നമ്മളോട് എന്താണ്, നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലേ. ഡിസെൻഡിങ് ഓർഡറിൽ വരുന്ന സമയത്ത് എന്താണ്, ഏറ്റവും അവസാനം വന്ന വ്യക്തി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഡി വരും അല്ലെ, ഡിസെൻഡിങ് ഓർഡറിൽ പറയുന്ന സമയത്ത് ഡി വരും. നെക്സ്റ്റ് എന്താണ്? 82 അതിന് മുൻപ് എന്താണ് 77 വരുന്നത്, അതാരാണ്? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. അത് കഴിഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്, എ ആണ് വരുന്നത്. നെക്സ്റ്റ് സി ആണ് വരുന്നത് അല്ലേ. സോ ഉത്തരം എന്താണ്? ഉത്തരം DPSC ഓപ്ഷൻ 2 ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് പറയണത്. സോ കൃത്യമായിട്ട് ഈ ഒരു ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആദ്യം വരുന്ന വ്യക്തി സക്കീർ ഹുസൈൻ ആണ്. ഈ പറഞ്ഞ ഓപ്ഷനിൽ ആദ്യം വരുന്ന വ്യക്തി സക്കീർ ഹുസൈൻ 1967 തൊട്ട് 69 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. അതിനുശേഷം ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1974 തൊട്ട് 77 വരെ. പിന്നീട് ഓർഡറിലാണ് വരുന്നത് അല്ലേ. 77 തൊട്ട് 82 വരെ നീലം സഞ്ജീവ് റെഡ്ഡി. അതിനുശേഷം എന്താണ് 82 തൊട്ട് 87 വരെ ഗ്യാനി സെയിൽ സിംഗ്. അങ്ങനെയാണെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദിനും ഈ പറഞ്ഞ ഫക്രുദ്ദീൻ അലി അഹമ്മദിനും അതുപോലെ തന്നെ സക്കീർ ഹുസൈനും ഇടയിൽ വന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ. 67 തൊട്ടിട്ട് 69, അതിനുശേഷം ഒരു 5 വർഷം ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഉണ്ടായിരുന്നത് VV ഗിരിയും അതുപോലെ M ഹിദായത്തുള്ള എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആ ഒരു സമയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. പ്രസിഡന്റും ഇല്ല, വൈസ് പ്രസിഡന്റും ഇല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് വന്നത്. അത് നമ്മൾ അങ്ങോട്ടേക്ക് പറയുന്നുണ്ട്, ഒരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ചോദ്യം? ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എലക്റ്റഡ് ബൈ ദ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്ന ആരെന്നാണ് ചോദ്യം വന്നത്. ഓപ്ഷൻ എന്തൊക്കെയാണ്? മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇവിടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നില്ല. നെക്സ്റ്റ് എന്താണ്? മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ മാത്രമല്ല, മെമ്പേഴ്സ് ഓഫ് ലോക്സഭ മാത്രമല്ല, എന്താണ്? മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റിലെ 2 ഹൗസും ചേർന്നിട്ടാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിലും രാജ്യസഭയിലും മെമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മെമ്പേഴ്സ് ഓഫ് ബോത്ത് ലോക്സഭ ആൻഡ് പാർലമെന്റ്. ഇനി പ്രസിഡന്റിന്റെ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇലക്ഷനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റ് ഇലക്ഷനിൽ എലക്റ്റഡ് മെമ്പേഴ്സ് എന്നാണ്. ഇവിടെ മെമ്പേഴ്സ് എന്ന് പറയുന്നുള്ളൂ വൈസ് പ്രസിഡന്റിൽ. ഇവിടെ എന്താണ്? പ്രസിഡന്റ് ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ്, രാജ്യസഭ അതുപോലെ ലോക്സഭയിൽ എന്താണ്? എലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. പ്ലസ് ആരുണ്ട്? പ്ലസ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട എലക്റ്റഡ് മെമ്പേഴ്സ് വരാം. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, കൗൺസിൽ അല്ല, അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട എലക്റ്റഡ് മെമ്പേഴ്സ്. അതുപോലെ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് യൂണിയൻ ടെറിട്ടറി, അതായത് പുതുച്ചേരി, ഡൽഹി പോലെയുള്ള യൂണിയൻ ടെറിട്ടറീസിന് മുഖ്യമന്ത്രിമാരും വരുന്നുണ്ടല്ലേ. സോ അത്തരത്തിലുള്ള അവിടുത്തെ എലക്റ്റഡ് മെമ്പേഴ്സിന് എന്താണ്? എലക്റ്റഡ് മെമ്പേഴ്സിന് കൂടെ ഇതിന്റെ ഭാഗമാവാൻ വേണ്ടി സാധിക്കും. പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ്, രാജ്യസഭ ലോക്സഭയിലെ എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രം. അതുപോലെ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് യൂണിയൻ ടെറിട്ടറി, അതായത് പുതുച്ചേരി, ഡൽഹി മാത്രം കാര്യങ്ങൾ വരുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് ഇങ്ങനെയുള്ള ഒരു കാര്യമല്ല. വൈസ് പ്രസിഡന്റ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് മാത്രം ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ഏതാണ്? ഹയസ്റ്റ് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. സെക്കൻഡ് ഹയസ്റ്റ് സ്വാഭാവികമായിട്ട് ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആണ്. സിമ്പിളായിട്ട് ആ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഹു ആക്ട് ആസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെൻ ബോത്ത് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആർ അൺഅവൈലബിൾ? അതായത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിടെ ഇല്ലാത്ത സമയത്താണെങ്കിൽ, പ്രസിഡന്റും അൺഅവൈലബിൾ ആണ്, വൈസ് പ്രസിഡന്റും അൺഅവൈലബിൾ ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ സ്ഥാനം താൽക്കാലികമായിട്ട് ഏറ്റെടുക്കുന്നത് ആരെന്നാണ് ചോദ്യം. ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഡീറ്റെയിലായിട്ട് നമുക്ക് അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ആരാണ് താൽക്കാലികമായിട്ട് വരിക? ഇവിടെ താൽക്കാലികമായിട്ട് വരുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. സുപ്രീം കോടതിയുടെ തലവനായിട്ട് വരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇത്തരത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നടന്നിട്ടുണ്ട്. 1969 ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈൻ മരണപ്പെട്ടു. ഓക്കെ, സക്കീർ ഹുസൈൻ മരണപ്പെട്ടതിന് ശേഷം അവിടെ താൽക്കാലികമായിട്ട് പ്രസിഡന്റായിട്ട് അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള VV ഗിരി വരികയും
ബട്ട് വി വി ഗിരിക്ക് എന്താണ് കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് വി വി ഗിരിക്ക് രാജിവെച്ച് പോവേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ ഓൾറെഡി പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈൻ മരണപ്പെട്ടു. വൈസ് പ്രസിഡന്റ് ആയിരുന്ന വി വി ഗിരി രാജിയും വെച്ചു. ഇനി ആര് മാത്രമേ ബാക്കിയുള്ളൂ? ഇനി ബാക്കിയുള്ളത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. സോ അന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഹിദായത്തുള്ള. അങ്ങനെ മുഹമ്മദ് ഹിദായത്തുള്ള അന്ന് ഈ പറഞ്ഞ പദവി ഏറ്റെടുക്കുകയും ചെയ്തു. സോ ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ഉത്തരം എന്താണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണല്ലേ. നെക്സ്റ്റ് എന്താണ്? നെയിം ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സ്പീക്കർ തന്നെയാണ് ഫാദർ ഓഫ് ലോക്സഭ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി. ആരാണത്? ജി വി മാവലങ്കർ ആണ് അല്ലേ. ജി വി മാവലങ്കർ ആണ്. അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്ത്. ബാക്കിയുള്ള പേരൊക്കെ നമുക്കറിയാം. രാജേന്ദ്ര പ്രസാദ് ഫസ്റ്റ് പ്രസിഡന്റ് ആണ്. കെ മുൻഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇല്ലേ, ബി ആർ അംബേദ്കറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നെക്സ്റ്റ് എന്താണ്? ഹു വാസ് അപ്പോയിന്റ് ആസ് എ ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആര് എന്നാണ് ചോദിച്ചാൽ, വനിതാ സ്പീക്കറെ കാത്തിരിക്കാൻ വേണ്ടി നമുക്ക് 50-ലധികം വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് 15ാമത്തെ ലോക്സഭ 15th ലോക്സഭയിൽ 2009 തൊട്ടിട്ട് 2014 വരെ ഉണ്ടായിരുന്ന മീര കുമാറാണ് ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ സ്പീക്കറായിട്ട് ഒരു വനിത ആദ്യമായിട്ട് വരുന്നത് 2009 2014 വരെയുള്ള 15ാമത്തെ ലോക്സഭയിലാണ്. മീര കുമാറാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. അതിനുശേഷം വന്ന് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 16ാമത്തെ ലോക്സഭ 2014 തൊട്ടിട്ട് 19 വരെയുള്ള ലോക്സഭയിലും ഒരു വനിത തന്നെയായിരുന്നു സ്പീക്കർ. അത് സുമിത്ര മഹാജനാണ്. ആ ഒരു പേര് കൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ. രാജ്യസഭയുടെ ചെയർമാൻ ആരാണെന്ന് മനസ്സിലായാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലേ. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. ആ ഒരു പേര് തന്നെ പഠിച്ചാൽ മതി അല്ലേ. സോ എസ് രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇവിടെ വയലറ്റ് അൽവയുടെ പേര് കൂടിയുണ്ട്. വയലറ്റ് അൽവ ആരാണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഫസ്റ്റ് വുമൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ആദ്യത്തെ വുമൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ചെയർമാനല്ല ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ട് നമുക്ക് പറയേണ്ടത് വയലറ്റ് അൽവയുടെ പേര് പറയണം. നെക്സ്റ്റ് ചോദ്യം എന്താണ്? വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ. അതേ ചോദ്യം തന്നെയാണ്. ഉത്തരം എന്താണ്? അതേ ഉത്തരം തന്നെയാണ്. മാറ്റമൊന്നുമില്ല. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. നെക്സ്റ്റ് എന്താണ്? ഹു വാസ് ദ ഫസ്റ്റ് സ്റ്റാൻഡ് ഓൺലി ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആരു എന്നാണ് ചോദ്യം വന്നത്. ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ മരണപ്പെട്ടിട്ട് പുതിയ പ്രൈം മിനിസ്റ്റർ താൽക്കാലികമായിട്ട് തെരഞ്ഞെടുക്കുന്ന കാലയളവ് വരെയുള്ള ആ ഒരു പ്രൈം മിനിസ്റ്റർ ആണല്ലേ. അത് വന്നത് ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദ എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ 1964 നമുക്കറിയാം ജവഹർലാൽ നെഹ്റു അന്തരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ജവഹർലാൽ നെഹ്റു അധികാരത്തിലിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടപ്പോഴാണ് ഈ പറയുന്ന ഗുൽസാരിലാൽ നന്ദ അധികാരത്തിൽ വന്നത്. ആ ഒരു സമയത്ത് വെറും 13 ദിവസം മാത്രമാണ് ഗുൽസാരിലാൽ നന്ദയ്ക്ക് അധികാരത്തിലിരിക്കാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷം എന്താണ്? ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ബട്ട് 1966 വീണ്ടും എന്താണ്? ഗുൽസാരിലാൽ നന്ദയ്ക്ക് പ്രധാനമന്ത്രിയായിട്ട് ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടതായിട്ട് വന്നു. ആരുടെ മരണത്തെ തുടർന്നിട്ട്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെ തുടർന്നിട്ട്. സോ ആ ഒരു പേര് കൂടെ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം, ഗുൽസാരിലാൽ നന്ദ. നെക്സ്റ്റ് എന്താണ്? ദ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ 1979 വാസ്. 1979 ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരെന്നാണ് ചോദ്യം. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. അന്ന് കുറച്ച് പേരുണ്ടായിരുന്നു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ട്. ആദ്യമായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ വന്നു. അദ്ദേഹം 3 വർഷം 122 ദിവസത്തോളം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കാലയളവിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇവിടെ നമ്മളോട് ചോദ്യം എന്താണ്? 1979 ആരെന്നല്ലേ. ജഗ്ജീവൻ റാമാണ് 1979 ഈ പറഞ്ഞ ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിനു മുൻപ് അദ്ദേഹത്തിന് മുൻപ് മൊറാർജി ദേശായി ഒക്കെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. 1967 തൊട്ട് 69 വരെ മൊറാർജി ദേശായി. അതിനുശേഷം 1979 തന്നെ ചൗധരി ചരൺ സിംഗ്. വെറും 173 ദിവസം ചൗധരി ചരൺ സിംഗ് ഈ പറഞ്ഞ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്. 1979 തന്നെ എന്താണ്? ഈ പറഞ്ഞ ജഗ്ജീവൻ റാം. നമുക്ക് ഓപ്ഷനിൽ എന്തായാലും ചൗധരി ചരൺ സിംഗ് ഇല്ല, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ചൗധരി ചരൺ സിംഗ് ഓപ്ഷനിലില്ല, ജഗ്ജീവൻ റാം മാത്രമേ ഉള്ളൂ. സോ ജഗ്ജീവൻ റാം 185 ദിവസം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1979-80 കാലയളവിൽ യശ്വന്ത് റാവു ചൗഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും കുറവ് കാലം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. വെറും 170 ദിവസമാണ് യശ്വന്ത് റാവു ചൗഹാൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം 1989 തൊട്ടിട്ട് 1990 വരെ ചൗധരി ദേവിലാൽ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് ഇന്ത്യയിൽ ഇതുവരെയുള്ളതിൽ വെച്ചിട്ട് അവസാനമായിട്ട് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട്, ഗവർണറല്ല, പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത് LK അദ്വാനിയാണ് 2002 തൊട്ടിട്ട് 2004 വരെ. അതിനുശേഷം ഒരു വ്യക്തി പോലും ഈ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടില്ല. നെക്സ്റ്റ് എന്താണ്? വെൻ വാസ് എ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ ഫോംഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ SRC സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് തുടങ്ങിയ സമയത്ത് അവിടെ എന്താണ് ശക്തമായുള്ള ആർഗ്യുമെന്റും കാര്യങ്ങളൊക്കെ വരികയും അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു. ഏതു വർഷം? 1953 അല്ലേ. ആ ഒരു കാര്യം കൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. ഇത്രയുമാണ് നമുക്ക്
NTPC RRB NTPC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ള ചോദ്യം ഏതാണ്ട് 110 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ. 108 110 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും എന്താണ് അതിൻ്റെ എത്രയോ മടങ്ങല്ലേ ഞാൻ 3 ക്ലാസ്സിലായിട്ട് കഴിഞ്ഞ 3.5-4 മണിക്കൂറായിട്ട് ചെയ്ത ക്ലാസ്സിൽ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 500+ ഫാക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഉറപ്പായിട്ട് 500+ മിനിമം ഫാക്റ്റ് നമ്മൾ ചർച്ച ചെയ്യണം. അതിൽ കൂടുതൽ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ, ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ബട്ട് നമുക്ക് സമയപരിമിതിയും കാര്യങ്ങളൊക്കെ കാരണം ഇത്ര ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ബട്ട് പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലും യൂസ്ഫുൾ ആവണം. പരീക്ഷയ്ക്ക് ഇനി അങ്ങോട്ട് പോകുന്ന ഏത് പരീക്ഷ എടുത്താലും ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദ്യം വരാൻ പോകുന്നത് ഈ ഒരു ചോദ്യം തന്നെ തിരിച്ചും മറിച്ചും നമ്മൾ പറഞ്ഞതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഈ ഒരു ചോദ്യം വരാൻ പോകുന്നതേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം. കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മളെ ഇന്ത്യൻ പൊളിറ്റി കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പൊളിറ്റി കോഴ്സ് മുൻപുണ്ടായിരുന്നത് റീബൂട്ട് ചെയ്തിട്ട് നമ്മൾ ലക്ഷ്മികാന്തിൻ്റെ ആ ഒരു പുസ്തകവും അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ട് എക്സാം പോയിന്റ് ഓഫ് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നോ, അതിപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലായാലും എത്ര ഇൻഡെപ്തിൽ വന്നാലും അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പൊളിറ്റിയുടെ കോഴ്സ് സെറ്റാക്കിയിട്ട് ഞാൻ തന്നെയാണ് ആ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 100ഓളം ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 3-ലധികം മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണം. ഇതുപോലെ എങ്കിലും മാത്രമേ നമുക്ക് കൂടുതൽ സെഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. സോ ഇതുവരെ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.